പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും അരോമ ടി വിയുടെ അനുഗ്രഹിക്കപ്പെട്ട പ്രേക്ഷകരോടൊപ്പം ആയിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും ക്ഷേമത്തോടെ സൗഖ്യത്തോടെ ആയിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളോടൊപ്പം ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവവുമായിട്ട് സമയം ചിലവഴിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ ദാസി പ്രിയ സൂസൻ ജോർജ് ആൻറ്റിയാണ്. പ്രിയ മാതാവിനെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്കേവർക്കും ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും പ്രാർത്ഥനയോടെ ആയിരിക്കുകയും ചെയ്യാം. കർത്താവ് നമ്മെ എല്ലാവരെ സഹായിക്കട്ടെ. പ്രിയ കർത്താവിൻ്റെ ദാസി സൂസൻ ജോർജിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ദി ലോർഡ് ആൻറ്റി. ആൻറ്റിയെ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? തീർച്ചയായും പരിചയപ്പെടുത്താമല്ലോ. എൻ്റെ പേര് സൂസൻ ജോർജ്. ഞാൻ ബീഹാറിൽ പട്ന എന്ന് പറയുന്ന സ്ഥലത്ത് ദൈവവേലയോടുള്ള ബന്ധത്തിൽ കഴിയുന്നു. എൻ്റെ വീട്ടിൽ എൻ്റെ ഇളയ മോനും ഞാനും ഉണ്ട്. ഞങ്ങൾ കുടുംബമായിട്ട് താമസിക്കുന്നു. ആന്റിയെ പരിചയപ്പെടുത്തിയ വളരെ സന്തോഷമുണ്ട്. തുടർന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരുമായിട്ട് ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനുള്ള സമയം വേർതിരിക്കുകയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബാല്യകാലം മുതലിനോടുള്ള നല്ല ഓർമ്മകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി സംസാരിക്കാം. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഈ നല്ല അവസരം ലഭിച്ചതിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അരോമ ടി വിയിൽ കടന്നു വരുവാനും ദേവദാസനോടും അതുപോലെ അവിടെയുള്ള കേൾവിക്കാരോടും ഒരുമിച്ച് എൻ്റെ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താൻ ദൈവം തന്ന ഈ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും ഞാൻ ഈ അരോമ ടി വിയിലെ സാക്ഷികൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ അതൊരു വലിയ അനുഗ്രഹമായിരുന്നു. ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, കർത്താവേ, എനിക്കും ഇങ്ങനെ ഒരു സാക്ഷി പറയാൻ ഒരു അവസരം ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ പ്രാർത്ഥന ദൈവം കേട്ടു. എൻ്റെ സഹോദരി മൂലം ഞാനത് അറിയുവാനിടയായി. സലോമി ജോൺസൺ എന്നെ അതിൽ ക്ഷണിച്ചു. അവൾ എന്നോട് വിവരം പറഞ്ഞു. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവം എനിക്ക് തന്ന ഈ നല്ല അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ എൻ്റെ ജീവിത സാക്ഷ്യത്തിലേക്ക് കടക്കുകയാണ്. എൻ്റെ മാതാവും പിതാവും കുടുംബത്തിൽ ഞങ്ങൾ 6 മക്കളും ആയിരുന്നു. എൻ്റെ പിതാവും വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്നതിനാൽ കൂടുതൽ വിദ്യാഭ്യാസമൊന്നും ഇല്ലായിരുന്നു. എങ്കിലും മാതാപിതാക്കളുടെ വിദ്യാഭ്യാസ കുറവുകളും അറിയാതെ മക്കളെ വിദ്യാഭ്യാസത്തിലേക്ക് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോയി. ജീവിതത്തിൽ പല കഷ്ടങ്ങളും പ്രയാസങ്ങളുടെയും മധ്യത്തിൽ എൻ്റെ പിതാവ് റാന്നിയിൽ താമസിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. 1966 എന്തോ കുടുംബ പ്രശ്നം കൊണ്ട്, അന്ന് ഞങ്ങൾ 3 കുഞ്ഞുങ്ങളുണ്ട്. ഞങ്ങൾക്ക് 3 പേർക്കും വലിയ അറിവൊന്നുമില്ല. ഞങ്ങളെയും കൊണ്ട് പാലക്കാട് ഡിസ്ട്രിക്റ്റില് വടക്കഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് താമസിച്ചു. എൻ്റെ പിതാവ് അവിടുന്ന് തിരിക്കുന്ന സമയത്ത് എൻ്റെ 66 രൂപയുമായിട്ടാണ് പാലക്കാട് ജില്ലയിൽ വന്ന് പ്രവേശിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം എന്ന് പറയട്ടെ. ഞങ്ങള് മർത്തോമ സഭയിലായിരുന്നു മൊത്തം കുടുംബമായിട്ട് ഞങ്ങൾ ആരാധന പൊയ്ക്കൊണ്ടിരുന്നത്. എൻ്റെ പിതാവ് വിവാഹം കഴിച്ച എൻ്റെ അമ്മച്ചി പെന്തക്കോസ്ത് വിശ്വാസിയായിരുന്നു. പക്ഷെ വിവാഹം കഴിച്ച് മർത്തോമ ചർച്ചിലേക്കാണ് കൊണ്ടുവന്നത്. എങ്കിലും മാതാവ് പ്രാർത്ഥനയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിലും ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോയി. ഞങ്ങൾ പാലക്കാട് ജില്ലയിൽ വന്നു. വളരെ കഷ്ടങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചു. പട്ടിണികൾ ഒരുപാട് അനുഭവിച്ചു. എങ്കിലും പിതാവ് കൂലിപ്പണി ചെയ്ത് മക്കളെ പഠിപ്പിച്ചു. വിദ്യാഭ്യാസമെല്ലാം കൊടുക്കേണ്ട രീതിയിൽ എല്ലാവർക്കും കൊടുത്തു. ഞാൻ വീട്ടിൽ മൂത്ത മകളായതുകൊണ്ട് കുടുംബത്തെ ചില ഭാരങ്ങളും ഉത്തരവാദിത്തങ്ങളും എൻ്റെ ചുമലിലായതുകൊണ്ട് എനിക്ക് കൂടുതൽ മുന്നോട്ട് പഠിക്കാൻ പറ്റിയില്ല. ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ. ആ പഠിത്തത്തിനിടയിൽ എൻ്റെ ബാല്യകാലത്തിൽ എൻ്റെ പിതാവ് കഷ്ടപ്പെടുന്ന കണ്ട് പിതാവിനോടൊപ്പം തന്നെ പണികളിലും മറ്റു കാര്യങ്ങളിലൊക്കെ സഹായിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ വിദ്യാഭ്യാസ സമയത്തില് ദൈവത്തിന്റെ കൃപ കൊണ്ട് 10ാം ക്ലാസ് വരെ എത്തുവാൻ സാധിച്ചു. 9ാം ക്ലാസ് പാസ്സായി. 10ലേക്ക് പോകാനായിട്ട്
നോട്ട് ബുക്കുകളും പുസ്തകങ്ങളും ഒന്നും വാങ്ങിക്കാൻ പൈസ ഇല്ലാതെ കഷ്ടപ്പെട്ടപ്പോ എൻ്റെ പിതാവ് പറഞ്ഞു, മക്കളെ 9 വരെ പഠിച്ചില്ലേ, അതും മതി, ഇനി പഠിക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചാച്ചാ 10ാം ക്ലാസ് പോലും പഠിക്കാതെ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും? ഞാൻ എവിടെ പോയാലും ആര് ചോദിച്ചാലും ഞാൻ 9 വരെ പഠിച്ചുള്ളെന്ന് എങ്ങനെ പറയുമെന്ന് ചോദിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ അയൽപക്കത്തെ ഒരു സഹോദരി വന്ന് എന്നോട് ചോദിച്ചു, നീ വെറുതെ ഇരിക്കല്ലേ, വാ നമുക്ക് പണിക്ക് പോകാം, വല്ല പൈസയും കിട്ടിയാൽ അത് കൊടുത്ത് നിനക്ക് ജയിച്ചു കഴിഞ്ഞാൽ ബുക്കും പുസ്തകവും വാങ്ങിക്കാമല്ലോ എന്ന് പറഞ്ഞു. വെക്കേഷന്റെ സമയത്ത് 2 മാസത്തെ അവധിയുണ്ട്. ആ 2 മാസം ഞാൻ അവരുടെ കൂടെ കൂലിപ്പണിക്ക് പോയി. അന്ന് കിട്ടുന്ന പൈസ എന്ന് പറഞ്ഞാൽ 3 രൂപയാണ് ഒരു ദിവസത്തെ കൂലിപ്പണിക്ക് കിട്ടുന്ന പൈസ. ആ 2 മാസത്തെ പൈസ കൂട്ടി വെച്ചോണ്ടിരുന്നപ്പോ ഒരു ദിവസം ആ മുതലാളി ചോദിച്ചു, കുട്ടി പഠിക്കുന്ന കുട്ടിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആണെന്ന് പറഞ്ഞു. എത്രല്ല പഠിക്കുന്നത്? ഞാൻ പറഞ്ഞു 9 പഠിച്ചു, പരീക്ഷ എഴുതി, ജയിച്ചാൽ 10ാം ക്ലാസ്സിൽ പോകണമെന്നുണ്ട്. അപ്പൊ ജയിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ജയിക്കുമെന്ന് പറഞ്ഞു. എന്നാ ഒരു കാര്യം ജയിക്കുകയാണെങ്കിൽ 10ാം ക്ലാസ്സിന്റെ സർവ്വ ചെലവും ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തി. അവിടുന്ന് 10ാം ക്ലാസ്സിന്റെ റിസൾട്ട് വന്നു. റിസൾട്ടിന്റെ അന്ന് സ്കൂളിൽ പോയി റിസൾട്ട് നോക്കിയപ്പോൾ നല്ല റിസൾട്ടോട് കൂടി പാസ്സായി. പിറ്റേ ദിവസം പണിക്ക് ചെന്നപ്പോൾ അയാൾ ചോദിച്ചു, കുട്ടി പാസ്സായോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പാസ്സായെന്ന് പറഞ്ഞു. അപ്പോൾ അയാള് പറഞ്ഞു, ശരി, എന്നാ നിങ്ങളുടെ ബുക്കിന്റെയും പുസ്തകത്തിന്റെയും ഒക്കെ കുറിപ്പ് കൊണ്ടെന്ന് എനിക്ക് തരണം, ഞാനത് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. പുള്ളി ആ ബുക്കും പുസ്തകത്തിന്റെ ലിസ്റ്റ് വാങ്ങിച്ചു, എനിക്ക് ഡ്രസ്സ് വരെയും വാങ്ങിച്ചു തന്നു. ദൈവകൃപയാൽ ഞാൻ 10ാം ക്ലാസ് പഠിച്ചു പാസ്സായി. അതിനിടയിൽ പലപ്പോഴും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉള്ളതുകൊണ്ട് സ്കൂളിൽ ഫീസ് കൊടുക്കാനില്ലാത്ത ബുദ്ധിമുട്ടിൽ ദിവസങ്ങൾ കട്ട് ചെയ്ത് ഞാൻ കണ്ടത്തിലെ പണിക്ക് പോകും. ഞാറ് നടാനും കള പറിക്കാനും അതുപോലെ ചില ചുരുക്കം പണികൾക്കൊക്കെ കൂലിക്കാരുടെ കൂടെ ഇറങ്ങി നിന്നപ്പോണിത്. ആ കിട്ടുന്ന പൈസ കൊടുത്ത് സ്കൂളിൽ ഫീസ് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഞാൻ 10ാം ക്ലാസ് പഠിച്ച് പാസ്സായി. 10ാം ക്ലാസ്സിന്റെ പാസ്സായി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കോളേജിൽ പോകണമെന്ന്. പക്ഷെ വീട്ടിലെ സാഹചര്യങ്ങൾ ശരിയല്ലാത്തത് കൊണ്ട് പിതാവ് ശാരീരികമായി ക്ഷീണിതനാണ്, ഒത്തിരി പണി ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ വന്നപ്പോൾ ഞാൻ തന്നെ തീരുമാനിച്ചു, ഇനി മുന്നോട്ട് ഞാൻ പോകുന്നില്ല, എൻ്റെ കൂടപ്പറപ്പങ്ങളെ പഠിപ്പിക്കാമെന്നുള്ള വിചാരത്തിൽ ഞാൻ 2-3 മാസത്തെ അവധിക്ക് തയ്യൽ ക്ലാസ് പഠിക്കാൻ പോയി. തയ്യൽ ക്ലാസ് പഠിച്ചു. അത് പഠിച്ചപ്പോൾ എൻ്റെ പണികളൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ടീച്ചർക്ക് തോന്നി ഇവളെ എക്സാം എഴുതിച്ചാൽ നല്ലതാണെന്നുള്ളത്. അങ്ങനെ ടീച്ചർ പറഞ്ഞു എക്സാം എഴുതാൻ. ഞാൻ പറഞ്ഞു, ടീച്ചറെ എൻ്റെ കയ്യിൽ പൈസ ഇല്ല ഫീസ് കൊടുക്കാൻ, എനിക്കൊരു നിവർത്തിയില്ല, എൻ്റെ പിതാവ് കൂലിപ്പണിക്കാരനെ, ഞങ്ങൾ 6 കൂടപ്പറപ്പങ്ങളാണ്, അവരെ പഠിപ്പിക്കണം, എനിക്ക് ഫീസ് തരണം, സാധിക്കത്തില്ല, എനിക്ക് പണി മാത്രം പഠിച്ചാൽ മതി, അതിൽ നിന്ന് മുന്നോട്ട് ഞാൻ എങ്ങനെയും ജീവിക്കാമെന്നുള്ള സാഹചര്യത്തിൽ ചെന്നു. പക്ഷെ ടീച്ചർ അത് സമ്മതിച്ചില്ല. ടീച്ചർക്കും പിതാവില്ലാത്തത് കൊണ്ട് ടീച്ചർക്ക് വലിയ താല്പര്യമായിരുന്നു എന്നോട്. അപ്പൊ അങ്ങനെ ടീച്ചർ മുഖാന്തരം ഞാൻ ആദ്യത്തെ ഫസ്റ്റ് ഇയർ എക്സാം എഴുതി. ഫസ്റ്റ് ഇയർ എക്സാം എഴുതിയതിൽ ഫസ്റ്റ് ഡിവിഷനിൽ ഞാൻ പാസ്സായി. ഞങ്ങൾ 32 പേര് എഴുതിയതിൽ 2 പേരെ പാസ്സായിട്ടുള്ളൂ. ഒന്ന് ഞാനും പിന്നെ വേറൊരു കുട്ടി, ഞങ്ങൾ 2 പേരെ പാസ്സായുള്ളൂ. സെക്കൻഡ് ഇയർ എഴുതി പാസ്സായി. സെക്കൻഡ് ഇയറിലും ഫസ്റ്റ് ഡിവിഷൻ കിട്ടി. തേർഡ് ഇയർ എഴുതി, തേർഡ് ഇയറിലും ഫസ്റ്റ് ഡിവിഷൻ കിട്ടി. വളരെ സന്തോഷത്തോടുകൂടെ ഇങ്ങനെ മുന്നോട്ട് പോയ സമയത്ത് പെട്ടെന്ന് എനിക്കൊരു ജോലിക്കുള്ള അപേക്ഷ വന്നു. അപ്പോഴത്തേന് 1980 80-ൽ ഞാൻ ജോലിക്ക് കയറി. 81, 82, 83 വരെ ജോലി ചെയ്തു. അങ്ങനെ കുടുംബം ഒരു വിധത്തിൽ കൂടപ്പിറപ്പങ്ങളെ സഹായിച്ചു, പഠിപ്പിച്ചു. അതിനിടയിൽ 1972 കർത്താവ് എന്നോട് ഇടപെട്ടു. ഇനി മുന്നോട്ട് ദൈവവേലയിൽ മുന്നോട്ട് പോകണമെന്നുള്ളൊരു സ്വപ്നം ഞാൻ കാണുന്നു. ഞാൻ പലയിട രോഗികൾക്ക് വേണ്ടി പോയി പ്രാർത്ഥിക്കുന്നതായിട്ടും ആസ്പത്രിയിലൊക്കെ ട്രാക്ട് കൊടുക്കുന്നതായിട്ടും ഒരു സ്വപ്നം ഞാൻ കണ്ടു. അപ്പൊ ഞാൻ എൻ്റെ പിതാവിനോട്, അന്ന് ആ സമയത്തൊക്കെ കുടുംബം എല്ലാവരും മർത്തോമായിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്വപ്നം ഞാൻ കണ്ടു കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ എഴുന്നേറ്റപ്പോൾ എൻ്റെ ചാച്ചനോട് ഞാൻ പറഞ്ഞു, അച്ഛാ, ഞാൻ ഇന്ന പോലൊരു ദർശനം കണ്ടു, ഞാൻ ഇനി മർത്തോമായിൽ വരുന്നില്ല, ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവവേലയ്ക്കായിട്ട് എൻ്റെ ജീവിതം സമർപ്പിക്കാൻ പോവാന്ന് പറഞ്ഞു. അങ്ങനെ മർത്തോമ സഭയിൽ നിന്ന് ഞാൻ ആദ്യം പിന്മാറി രക്ഷിക്കപ്പെട്ട് ഞാൻ 78-ൽ ഞാൻ സ്നാനപ്പെട്ടു.
സ്നാനത്തിന് ശേഷം എൻ്റെ പിതാവ് പതുക്കെ പതുക്കെ എന്നോടൊപ്പം ആരാധനയ്ക്ക് വരാൻ തുടങ്ങി. എൻ്റെ അമ്മ ആരാധനയ്ക്ക് വരാൻ തുടങ്ങി. എൻ്റെ ആങ്ങളമാർ വരാൻ തുടങ്ങി. എൻ്റെ അനിയത്തിമാർ. അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് ഞങ്ങൾ മൊത്തം വിശ്വാസത്തിൽ വന്നു മുൻപോട്ട് പോയിക്കൊണ്ട് ഇരുന്ന സമയത്ത് എൻ്റെ സഹോദരന്മാരിൽ മൂത്ത ആള്, ഞങ്ങള് മൂത്തത് 2 പെൺമക്കൾ, അതിനുശേഷം 3 ആണുങ്ങൾ, അത് കഴിഞ്ഞാണ് ഇളയ അനിയത്തി. അപ്പൊ എൻ്റെ സഹോദരന്മാരിൽ മൂത്തവന് സംസാരിക്കാൻ പറ്റത്തില്ല. അവന്റെ ഒരു ചെറിയ വിക്കുണ്ട്, അവന് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട്. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യും, നീ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്ക്, നിന്നെ ഞങ്ങൾ സുവിശേഷ വേലയ്ക്ക് വിടാം. ദൈവം നിനക്ക് വിടുതൽ തന്നാൽ നിന്നെ ബൈബിൾ സ്കൂളിൽ വിട്ടിട്ട് നിന്നെ സുവിശേഷ വേലയ്ക്ക് വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് അവന് വേണ്ടി പ്രാർത്ഥിച്ചു. 3 ആഴ്ച പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ സംസാരം നല്ല ക്ലിയർ ആയിട്ട് വന്നു. പിന്നെ അവന്റെ 10ാം ക്ലാസ് കഴിഞ്ഞു, അവൻ +2 വരെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് അവനെ തിരുവല്ലയില് കുമ്പനാട് ബൈബിൾ സ്കൂളിൽ അയച്ചു. അവിടെ ചെന്ന് ബൈബിൾ സ്കൂളിൽ പഠിച്ചു, തിരിച്ചു വന്നു. അവന് ഫീസ് കൊടുക്കാൻ പോലും പൈസ ഇല്ലാത്ത ബുദ്ധിമുട്ട് സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ നീ ഭാരപ്പെടണ്ട, ദൈവം വഴിയൊരുക്കും. ഈ ജോലിയിൽ തുച്ഛമായ ശമ്പളമേ ഉള്ളൂ. ആ ശമ്പളം കൊണ്ട് കുറച്ച് പൈസ അവൻ അയച്ചു കൊടുക്കും, കുറച്ച് പൈസ വീട്ടിലെ കാര്യങ്ങൾ ശരിയാക്കും. ഞാൻ ഒരു പൈസ പോലും എനിക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടില്ല, അന്നും ഇന്നുമില്ല. അങ്ങ് ദൈവവേലയ്ക്ക് വേണ്ടി എപ്പോഴും എന്തും കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഞങ്ങളുടെ വീട്ടില് ഞങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതിന് ശേഷം എല്ലാ ഞായറാഴ്ചയും ദൈവദാസന്മാരും ആൾക്കാരുമായിട്ട് വരും. അവർക്ക് ആഹാരം, അവർ പോകുന്ന സമയത്ത് അവരെ വേണ്ടതുപോലെ ക്രമീകരിച്ച് ഞങ്ങൾ പറഞ്ഞയക്കുമായിരുന്നു. ആ അനുഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇന്ന് വരെയും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ എൻ്റെ ആങ്ങള പഠിച്ചു, അവൻ സുവിശേഷ വേലയ്ക്കായിട്ട് ഇറങ്ങി. കുറച്ചു നാള് ഒറീസയിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഇപ്പം മധ്യപ്രദേശിലാണ് അവൻ സുവിശേഷ വേലയിൽ. അവനും കുടുംബമായിട്ട്. അവന് 4 മക്കളുണ്ട്, 2 ആണും 2 പെണ്ണും. പെൺകുട്ടികളുടെ 2ന്റെ വിവാഹം കഴിഞ്ഞു, ആൺകുട്ടികളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല. അവരങ്ങനെ കുടുംബമായിട്ട് മധ്യപ്രദേശിൽ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ദീർഘകാലങ്ങൾക്ക് ശേഷം എനിക്ക് ഇടയ്ക്ക് ഞാൻ ജോലിക്ക് കയറിയ ആ സമയം മുതൽ എനിക്ക് വിവാഹ ആലോചന വരികയാണ്. വരുന്നതൊക്കെ മാർത്തോമായ സഭയിൽ നിന്ന്, യാക്കോബ സഭയിൽ നിന്നൊക്കെ വരുന്നത്. ഞാൻ പറഞ്ഞു, എനിക്കിതൊന്നും വേണ്ട, എനിക്ക് വിവാഹമേ വേണ്ട. ഞാൻ ചെയ്യുന്ന ജോലി ചെയ്തുകൊണ്ട് ഞാൻ സുവിശേഷ വേലയ്ക്കായിട്ട് എനിക്ക് കിട്ടുന്ന സമയം ആരുടെ വീട്ടിൽ പോയോ അവിടെ പോയി 10 മിനിറ്റ് ദൈവവചനം പറഞ്ഞ് അവരെ സഹായിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു വിചാരത്തോടു കൂടെയാണ് ഞാനിങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. ലാസ്റ്റ് കല്യാണക്കാര്യം പറഞ്ഞ് എൻ്റെ ചാച്ചൻ എന്നെ ഒരുപാട് നിർബന്ധിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞ എനിക്ക് ഒത്ത സമയം വരുമ്പോൾ ദൈവം എനിക്ക് വേണ്ട ആളെ ഒരുക്കി തരും, ആ സമയത്ത് ഞാൻ സമ്മതിക്കാം. അല്ല, ചാച്ചന് അങ്ങനെ നടത്താൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ദൈവത്തെ അറിഞ്ഞ് ദൈവവിശ്വാസിയായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയെ മാത്രം തിരഞ്ഞെടുക്കാവൂ, അല്ലാതെ ഒരു ജീവിതത്തിന് ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞു. 1984 ഒരു വിവാഹ ആലോചന വന്നു. അതൊരു സുവിശേഷ വേലക്കാരനായിരുന്നു. പുള്ളിയുടെ കുടുംബം ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ തൊടുപുഴ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവരവിടുന്ന് അന്വേഷിച്ച് ആ സഹോദരൻ ഞങ്ങളുടെ ചർച്ചിൽ മിനിസ്ട്രി വർക്കുമായിട്ട് വന്നതാ. ഞങ്ങളുടെ ചർച്ചിലെ പാസ്റ്റർ കണ്ട് സംസാരിച്ച് പാസ്റ്റർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, സഹോദര ഇന്ന പോലൊരു പെൺകുട്ടിയുണ്ട്, നല്ല പ്രാർത്ഥനാ ജീവിതം ഉള്ളതാണ്, നല്ല ഇതുണ്ട്, അതുകൊണ്ട് അത് നമുക്കൊന്ന് ആലോചിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പൊ ആ ബ്രദർ പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിൽ ആലോചിക്കാതെ പറയത്തില്ലെന്ന് പറഞ്ഞു. അച്ഛൻ നിങ്ങൾ വീട്ടിൽ പോയി അന്വേഷിച്ചിട്ട് വിവരം അറിയിച്ചാൽ മതിയെന്ന് പറഞ്ഞു. പോയി 80 എന്നെ വന്ന് കണ്ടേച്ചു പോയി. 4 വർഷം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒരു വിവരങ്ങളൊന്നുമില്ല, ആർക്കും അറിയത്തില്ല. അവിടുന്നുമില്ല ഒരു വിവരം, ഇവിടുന്നുമില്ല. ആരും ഒന്നും അതേക്കുറിച്ച് സംസാരിക്കുന്നില്ല. അങ്ങനെ 84 ജനുവരി 20-ാം തീയതി അവരെൻ്റെ വീട്ടിൽ വന്നു. ഞാനന്ന് സ്കൂളിലാണ്. അവര് വീട്ടിൽ വന്നപ്പോ എന്നെ കാണാഞ്ഞോണ്ട് അവര് സ്കൂളിൽ വന്ന് എന്നെ കണ്ടു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പിന്നെ അവര് ഡേറ്റ് തന്നു, ഇന്ന ദിവസം അങ്ങോട്ട് ചെല്ലണമെന്നും പറഞ്ഞു. ആ സമയത്ത് എൻ്റെ ചാച്ചനും എൻ്റെ അമ്മായിമാരും ഒക്കെ കൂടി അവിടെ പോയി കണ്ടു. അവർക്കാർക്കും ഇഷ്ടപ്പെട്ടില്ല. വളരെ കുന്നിന്റെ ഒരു സ്ഥലം, കുന്നു പ്രദേശമാണ്, വെള്ളത്തിനൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് അവർക്ക് ആർക്കും താല്പര്യമില്ലായിരുന്നു. പക്ഷെ എൻ്റെ പിതാവ്
അവിടെ നിന്ന് പ്രാർത്ഥിച്ച്, കർത്താവെ ദൈവഹിതം എന്തോ അത് നടക്കട്ടെ, ഇത് നടക്കാനാണെങ്കിൽ നടക്കും, ഇല്ലെങ്കിൽ അങ്ങയുടെ കരങ്ങളിൽ നിന്ന്. അവിടുന്ന് തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ ഭയങ്കര കുന്നുമലയാ, വെള്ളത്തിനൊക്കെ വലിയ ബുദ്ധിമുട്ടാ. ഞാൻ പറഞ്ഞ ചാച്ചാ, അത് എൻ്റെ കയ്യിലല്ല, ദൈവത്തിന്റെ കയ്യില്, ദൈവഹിതം എന്തോ അതേ നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അവര് തിരിച്ചു വന്നു. അവര് ജനുവരി കഴിഞ്ഞു, ഫെബ്രുവരി 2-ാം തീയതി ഞങ്ങളുടെ വീട്ടിൽ വന്നു. ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് എന്നെ കണ്ടു, സംസാരിച്ചു, വിവരങ്ങളൊക്കെ പറഞ്ഞു. ഇന്ന പോലെ ഞാൻ ബീഹാറിലാണ് വർക്ക് ചെയ്യുന്നത്, ജോലി ഉപേക്ഷിക്കേണ്ടി വരും, ദൈവവേലയ്ക്കായിട്ട് പോകണം. ഞാൻ പറഞ്ഞു എനിക്ക് അതിന് ഒരു തടസ്സവും ഇല്ല, ഏത് രീതി എനിക്കും ആഗ്രഹവാദ സുവിശേഷ വേലയിലാണ്. എൻ്റെ കുടുംബത്ത് വന്ന കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ച ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്ക് അതിൽ മുന്നോട്ട് പോകുന്നതിന് യാതൊരു വിഷമവും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ഫെബ്രുവരി 20-ാം തീയതി കല്യാണം നടത്തണമെന്ന് പറഞ്ഞു. അന്നേരം എൻ്റെ പിതാവ് പറഞ്ഞു, മക്കളെ ഇത്രയും പെട്ടെന്ന് നടത്താൻ പറ്റുന്ന സാഹചര്യമല്ല, ഇത്രയും പെട്ടെന്ന് എങ്ങനെയാന്ന് ചോദിച്ചാൽ, അത് പറഞ്ഞില്ല, എനിക്ക് ഒത്തിരി അവധിയില്ല, എനിക്ക് ഫെബ്രുവരി 25-ാം തീയതി ഇവിടുന്ന് തിരിച്ചു പോകണം, അത്ര ഇടയ്ക്കുള്ളത് കൊണ്ട് മതിയെന്ന് പറഞ്ഞു. അന്നേരം എൻ്റെ ചാച്ചൻ ചോദിച്ചു, മോനെ ശ്രീധനം എന്നോ വേണോന്ന് ചോദിച്ചു. ഞാൻ അന്നേരം പുള്ളിക്കാരൻ പറഞ്ഞത്, വില കൊടുത്ത് വാങ്ങിക്കാനല്ല, വല്ല പശു ആടോ എരുമ വല്ലതും ആണോ എന്ന് ചോദിച്ചു എൻ്റെ ചാച്ചനോട്. ചാച്ചൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. അവിടുന്ന് ഫെബ്രുവരി 20-ാം തീയതി എങ്ങനെയൊക്കെയോ ദൈവഹിതം അനുസരിച്ച് ഞങ്ങളുടെ കല്യാണം നടന്നു. അവരുടെ കുടുംബക്കാർ മൊത്തം CSIക്കാരായിരുന്നു. ഞാനും അദ്ദേഹം മാത്രമുള്ള ആ കുടുംബത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടത്. അപ്പൊ അവര് CSIയിൽ കല്യാണം നടത്തുകയാണെന്ന് പറഞ്ഞു. ലാസ്റ്റ് ഒടുവില് മൂലമറ്റം IPC ഹാളിൽ പോയി, IPC ഹാളിൽ വെച്ചിട്ടാണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. IPC ഹാളിൽ നിന്ന് വിവാഹം നടന്ന് അവരുടെ വീട്ടിൽ വന്നു. അന്ന് രാത്രി തന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു. ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു വന്ന് 2 ദിവസം നിന്നു. 2 ദിവസം അവരുടെ വീട്ടിൽ നിന്നു. അങ്ങനെ 4 ദിവസം നിന്നു. ഫെബ്രുവരി 25-ാം തീയതി ഞങ്ങൾ കേരളത്തോട് വിട പറഞ്ഞു. അന്ന് മുതല് ഫെബ്രുവരി 25-ാം തീയതി ഞങ്ങള് ട്രെയിൻ കയറി 27-ാം തീയതി ചെന്നൈയിൽ വന്നു. ചെന്നൈയിൽ ഞങ്ങളുടെ ഹെഡ് ഓഫീസ് ഉണ്ടായിരുന്നു. അച്ചാച്ചൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സംസ്ഥാനത്തിന്റെ ഹെഡ് ഓഫീസ് ചെന്നൈയിലായിരുന്നു. ആ ചെന്നൈയിൽ വന്നു. അവിടെ ഞങ്ങൾക്ക് നല്ല സ്വീകരണം തന്നു. 2 ദിവസത്തെ മീറ്റിംഗ് അവിടെ നടത്തി. ഞങ്ങളെ എല്ലാവരും കണ്ടു, കേട്ട്, എല്ലാവരുമായിട്ട് സന്തോഷിച്ച് ഫെബ്രുവരി 28-ാം തീയതി ഞങ്ങൾ അവിടുന്ന് ബീഹാറിന് ട്രെയിൻ കയറി. ഞങ്ങൾ ബീഹാറിൽ മാർച്ച് 3-ാം തീയതി ബീഹാറിലെത്തി. അന്ന് മുതൽ പിന്നെ സുവിശേഷ വേലയിലേക്ക് തന്നെ കടന്നുപോയി. അതിനിടയ്ക്ക് വിവാഹത്തിന് ബീഹാറിൽ നിന്ന് 20 പേര് വന്നിട്ടുണ്ടായിരുന്നു. അച്ചാച്ചന്റെ കൂടെ വർക്ക് ചെയ്ത് 20 പേര് കൂടെ വന്നിട്ടുണ്ടായിരുന്നു വിവാഹത്തിനായിട്ട്. അവിടുന്ന് ഞങ്ങൾ എല്ലാവരുമായിട്ട് തിരിച്ചു വന്ന സമയത്ത് ഇവര് ഞങ്ങളെ തമ്മിൽ സംസാരിക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു. എനിക്ക് ഹിന്ദി അറിയത്തില്ല, ഇച്ചിരി തമിഴ് അറിയാം, സ്വല്പം ഇംഗ്ലീഷ് അറിയാം, പിന്നെ മലയാളം ഉള്ളു കണ്ടിന്യൂ. അപ്പൊ മലയാളത്തിൽ ഇവർ സംസാരിച്ച അവൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ സംസാരിക്കാൻ സമ്മതിക്കത്തില്ല. എന്നെ ഒരിടത്ത് ഇരുത്തി, അച്ചാച്ചനെ കൊണ്ട് വേറെ ഒരിടത്ത് ഇരുത്തി. എനിക്ക് വിശന്നും ദാഹിച്ചിട്ട് യാതൊരു നിവർത്തിയില്ല. പോട്ടെ, എന്തോ എല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച് അവരുടെ കൂടെ ഞങ്ങൾ ബീഹാറിൽ മാർച്ച് 5-ാം തീയതി വന്നു. ഞങ്ങളുടെ ഹെഡ് ഓഫ് ചർച്ചിന്റെ അഗസ്റ്റിൻ ജയകുമാർ താമസിക്കുന്നിടത്ത് വന്നു. അവിടെ വന്നിട്ട് എന്നോട് ചോദിച്ചു, ഹിന്ദി അറിയാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പാസ്റ്റർ എനിക്ക് ഹിന്ദി അറിയത്തില്ല, പഠിക്കണം, അത് ഞാൻ പഠിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അതിനിടയ്ക്ക് എൻ്റെ അച്ചാച്ചൻ 10-12 ഉപകരണങ്ങൾ വായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് എവിടെ കൺവെൻഷൻ ഉണ്ടോ, ക്രൂസൈഡ് ഉണ്ടോ, പോയി കഴിഞ്ഞാൽ 4-5 ദിവസം കഴിയുമ്പോഴാണ് തിരിച്ചു വരുന്നത്. ഞാൻ ഈ അഗസ്റ്റിൻ ഭയ്യയുടെ ഭാര്യയുടെ കൂടെ അങ്ങനെ 1 മാസം കഴിച്ചു കൂട്ടിയപ്പോ കുറച്ചൊക്കെ ഒന്ന് പറയാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം ചെയ്, നമുക്ക് ഒരു അനാഥാലയം ഉണ്ട്, അവിടെ 25 കുഞ്ഞുങ്ങളുണ്ട്, അവരെ ഒരു 6 മാസം അവരുടെ കൂടെ നിന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഭാഷ പഠിക്കാൻ പറ്റും, അവരുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ 6 മാസം ആ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ എന്നെ അവരുടെ കൂടെ നിർത്തി. 6 മാസം അവരെ സംരക്ഷിച്ചു. സ്വന്തം കുഞ്ഞുങ്ങളെ വളർത്തുന്നത് പോലെ
അവരെ വളർത്തിയെടുത്ത് കുളിപ്പിക്കണം, അവർക്ക് ആ സമയത്തിന് ആഹാരം കൊടുക്കണം. കൊച്ചു കുഞ്ഞുങ്ങള് മലമൂത്രം വിട്ട് അത് പായ് കഴുകണം, അവരുടെ വിരി കഴുകണം, അങ്ങനെയെല്ലാം ചെയ്ത് ദൈവകൃപയാൽ അവരെയൊക്കെ സംരക്ഷിച്ചു. 6 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു ചർച്ച് ഫീൽഡ് തന്നു. ആ ചർച്ച് ഫീൽഡില് ചെന്ന് താമസമായി. ആരാധനകളൊക്കെ നടന്നു. ആദ്യത്തെ ഞായറാഴ്ച ആരാധനയിൽ സംസാരിക്കാൻ, വചനം സംസാരിക്കാൻ എൻ്റെ അച്ചാച്ചനോട് പറഞ്ഞു, മോളെ നീ സംസാരിക്കണം. ഞാൻ പറഞ്ഞു എനിക്ക് അറിയത്തില്ല, ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു. ഒന്നും ചെയ്യേണ്ട, ബൈബിളും എടുത്ത് അവിടെ നിന്ന് ദൈവം പറയുന്ന അനുസരിച്ച് അങ്ങ് പറഞ്ഞേക്കാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആദ്യമായിട്ട് ഹിന്ദിയിൽ ദൈവവചനം സംസാരിക്കാൻ പുൾപിറ്റിൽ കയറി നിന്നപ്പോൾ എൻ്റെ കൈയും കാലും എല്ലാം വിറയ്ക്കാൻ തുടങ്ങി. കർത്താവെ, ഞാൻ എങ്ങനെ സംസാരിക്കും എന്നുള്ള ഒരു ചിന്തയായി. അപ്പൊ എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു വചനം ഓടി വന്നു. മോശ സംസാരിക്കാൻ അറിയാത്ത വ്യക്തിയായിരുന്നു. കർത്താവ് മോശയെ കൊണ്ട് എത്ര അത്ഭുതകരമായ കാര്യങ്ങളെ ചെയ്യിച്ചു. അതുപോലെ മുന്നോട്ട് പോകാൻ പറഞ്ഞ് എനിക്കൊരു ആശ്വാസം എൻ്റെ മനസ്സിൽ തന്നു. പ്രാർത്ഥിച്ചു, സങ്കീർത്തനം വായിച്ചു. അച്ചാച്ചൻ തന്നെ സങ്കീർത്തനത്തിന് പ്രബോധനം കൊടുത്തു. അത് കഴിഞ്ഞ് പാട്ടുപാടി സ്തോത്രാഴ്ച ഒക്കെ എടുത്തു കഴിഞ്ഞ് എനിക്ക് വചനത്തിന് സമയം തന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആ വചനവുമായിട്ട് ദൈവസന്നിധിയിൽ കയറി നിന്നു, സംസാരിക്കാൻ തുടങ്ങി. അതായത് ആരാധന 9 മണിക്ക് തുടങ്ങും. 9:30 ആയപ്പോൾ 9:45 വചനം സംസാരിപ്പാൻ, 11 മണിയാകുമ്പോൾ നിർത്തണം. 9:45 ആയപ്പോൾ വചനം സംസാരിപ്പാൻ എൻ്റെ കയ്യിൽ തന്നു. ഞാൻ ആ വചനവുമായിട്ട് എഴുന്നേറ്റ് നിന്ന് സമയം പോയത് ഞാൻ അറിഞ്ഞില്ല. കർത്താവ് എന്നെ കൊണ്ട് പറയിച്ച് മുന്നോട്ട് കൊണ്ടുപോയി. മണി 12 ഞാൻ ക്ലോക്കിൽ നോക്കിയപ്പോൾ മണി 12. ആ സമയം വരെയും കർത്താവ് എന്നെ മുൻപോട്ട് വചനത്തിൽ നിന്ന് ഞാൻ അറിയാത്ത രീതിയിൽ എന്നെ ഉപയോഗിച്ചു കൊണ്ടിരുന്നു. കർത്താവിന് സ്തോത്രം. അങ്ങനെ ആദ്യത്തെ ദിവസം ദൈവം എന്നെ ഉപയോഗിച്ച് അന്ന് മുതൽ ദൈവവേലയ്ക്കായിട്ട് തന്നെ ഇറങ്ങി. ആ സമയത്തൊന്നും ഗ്രാമങ്ങളിൽ പോകാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല. നമ്മൾ ഗ്രാമങ്ങളിൽ ചെന്നാൽ അവർ നമ്മളെ തല്ലി ഓടിക്കും. അങ്ങനത്തെ അവസ്ഥയിലായിരുന്നു. ആ സമയത്ത് ബീഹാറിൽ ദൈവവചനം കേൾക്കാത്ത ആൾക്കാരുടെ ഇടയിലാണെന്ന് പറഞ്ഞാലും നമുക്ക് കടന്നു പോകാൻ പറ്റത്തില്ല, നമ്മളെ അവർ ഉപദ്രവിക്കും. ആ രീതിയിൽ ദൈവം എന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ആ ഫീൽഡിൽ നിന്ന് വേറൊരു ഗ്രാമത്തിൽ ചെന്നു. ഗ്രാമത്തിൽ ചെന്നപ്പം അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ എല്ലാവരും കൂടി ഞങ്ങളെ അങ്ങോട്ട് വളഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത കണ്ടീഷനായി. അപ്പൊ അവരുടെ ആ ഗ്രാമത്തലവൻ വന്നിട്ട് ചോദിച്ചു, ഇവരാരാന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഇന്ന പോലെ സുവിശേഷ വേലയാണ്, ഞങ്ങൾ ദൈവത്തിന്റെ വചനമായിട്ട് വന്ന കഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അതുപോലെ രോഗാവസ്ഥയിൽ കിടക്കുന്നവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ വന്നാന്ന് പറഞ്ഞു. ഞങ്ങളെ ക്രിസ്ത്യാനിയാക്കി ഇംഗ്ലീഷുകാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ വന്നേക്കുന്നത്, നിങ്ങളെ വെറുതെ വിടുകയാണെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് ചുറ്റും ആൾക്കാർ കൂടി. അന്നേരം അതിനിടയ്ക്ക് നിന്ന് ഒരാൾ പറയാ, അവരെ വെടിവെക്കുക, അവരെ കൊന്നുകളയുക, അവരെ വിടരുത് വെളിയിലെന്ന്. ദൈവമേ, അവിടെ നിന്ന് ഞങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക, കർത്താവെ ഇവരിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ട് എങ്ങനെ പോകുമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മിലിറ്ററിക്കാരൻ, പുള്ളി മലയാളികളുടെ കൂടെ മിലിറ്ററി ജോലി ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. അയാൾ വന്നപ്പോ ഈ ഇത്രയും തിരക്ക് കണ്ടുകൊണ്ട് അയാൾ ഉള്ളിൽ കയറി വന്നപ്പോ ഞാൻ അവരോട് ചോദിച്ചത് എന്താന്ന് ചോദിച്ചു. ഇവരാരാന്ന് ചോദിച്ചു. ഇവര് നമ്മളെയൊക്കെ ക്രിസ്ത്യാനികളാക്കാൻ വന്നതാന്ന് പറഞ്ഞു. അവര് ക്രിസ്ത്യാനിയാക്കാൻ വന്നതല്ല, അവര് നന്നാക്കാൻ വന്നതാണ്. നിങ്ങളെപ്പോലെ ഈ ദുസ്വഭാവം ഉള്ളവരുടെ സ്വഭാവത്തെ മാറ്റിയെടുക്കാൻ വന്ന, അവരാരെയും ഉപദ്രവിക്കുന്നവരല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആ മിലിറ്ററിക്കാരൻ ഞങ്ങളെ അവിടുന്ന് അയാളുടെ വീട്ടിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി ഞങ്ങൾക്ക് നല്ല സ്വീകരണം തന്നു. അവിടെ ഇരുത്തി ഞങ്ങളുമായിട്ട് സംസാരിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ ഉദ്ദേശം ഇതാണ്. അമ്മയപ്പന്മാരില്ലാത്ത കുഞ്ഞുങ്ങള്, പഠിപ്പിക്കാൻ കഴിവില്ലാത്ത മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങള്, അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ തെരഞ്ഞെടുത്ത് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, അവരെ നല്ല ജോലിയിലേക്ക് ആക്കണം. അങ്ങനെയുള്ള ഒരു പ്രോഗ്രാമാണ് ഞങ്ങളുടേതെന്ന് പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു, അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനൊരു 10-25 കുഞ്ഞുങ്ങളെ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ വാക്ക് കേട്ടുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വന്നു. ഞങ്ങൾ ആ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. 25 കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ പറഞ്ഞു, ഇവരെ പഠിപ്പിക്കുക, നല്ല രീതിയിലാക്കുക, അത് നിങ്ങളുടെ ഉത്തരവാദിത്വം എന്നും പറഞ്ഞ് ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് പോയി. ആ സമയത്ത് ഞങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം എന്ന് പറഞ്ഞാല് വെറും 450 രൂപയാണ് ഭാര്യയും ഭർത്താവിനും കിട്ടുന്നത്.
ഞങ്ങൾ ആ പൈസയും കൊണ്ട് ഈ കുഞ്ഞുങ്ങളെയും വളർത്തി ഞങ്ങളും കഴിച്ചു കൂട്ടി. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ എപ്പോഴും ആഹാരം ഉണ്ടാക്കാൻ അരി എടുക്കുന്ന സമയത്ത് ഒരു പിടി അരി എടുത്ത് മാറ്റിയിടുന്ന സ്വഭാവമുണ്ട്. നമ്മുടെ നാട്ടിൽ പിടിയരി കൊടുക്കുക എന്നുള്ള ഒരു ചടങ്ങുണ്ട്. അത് വെച്ച് ഞങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ചർച്ചിൽ കൊണ്ട് കൊടുക്കും. ആ രീതിക്ക് അനുസരിച്ച് ഓരോ പിടി അരി എടുത്ത് ഞാൻ ഡെയിലി മാറ്റി വെക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം വന്നപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഉച്ചത്തേക്ക് ആഹാരത്തിനുള്ള അരിയില്ല. അപ്പൊ രാവിലെ ഉണ്ടായിരുന്നത് കൊണ്ട് ഉണ്ടാക്കി അവരെ കഴിപ്പിച്ച് കുടിപ്പിച്ച് സ്കൂളിൽ വിട്ടു. ഉച്ചത്തേക്ക് എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ചിന്തിച്ച് ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ കുഞ്ഞുങ്ങൾക്ക് ആഹാരത്തിന് അരിയൊന്നും ഇല്ലല്ലോ, എന്ത് ചെയ്യും, നമ്മുടെ പൈസയും വന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, നീ പിടിയരി വാരി വെച്ചിട്ടില്ലേ, അത് എത്ര ഉണ്ടെന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, വെച്ചാൽ അത് കുറച്ചുള്ളൂ, കൂടിപ്പോയ ഒരു 2 കിലോ അരി കാണും, അത്രേ ഉള്ളൂ. നീ അത് എടുത്താൽ മതി, അതിങ്ങെടുക്ക്, നമുക്ക് പ്രാർത്ഥിച്ചത് വയ്ക്കാമെന്ന് പറഞ്ഞു. പാസ്റ്ററെ, ദൈവത്തിന്റെ കൃപ, ആ അരി ഞങ്ങളെടുത്ത് പ്രാർത്ഥിച്ച് എന്നോട് പറഞ്ഞ് എന്നും വെക്കുന്ന ആ വലിയ പാത്രത്തിൽ തന്നെ വെള്ളം അടുപ്പത്ത് വെക്കാൻ പറഞ്ഞു. ഞാൻ ആ വെള്ളം അടുപ്പേ വെച്ചു. ആ വെള്ളം തിളച്ചു കഴിഞ്ഞപ്പോൾ അരി എടുത്ത് കഴുകി പ്രാർത്ഥിച്ച് ഞാൻ ആ അരി അടുപ്പിലിട്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, 25 കുഞ്ഞുങ്ങൾ എങ്ങളുടെ കയ്യിലുണ്ട്, ആ കുഞ്ഞുങ്ങൾക്ക് തൃപ്തിയായിട്ട് കൊടുക്കാനുള്ള ആഹാരം ഇതിൽ നിന്ന് വേണമെന്ന് പറഞ്ഞു. കറി വയ്ക്കാൻ നോക്കിയപ്പം വേറെ ഒന്നുമില്ല, കുറച്ച് കടല ഉണ്ടായിരുന്നു. ആ കടല കറി വെച്ചു. നാട്ടിലെ രീതിക്ക് നമ്മൾ കറി വെക്കുന്ന പോലെ ഇറച്ചിക്ക് മസാലയൊക്കെ ചേർത്ത് കറി വെച്ച് കടലക്കറി ഉണ്ടാക്കി. ആ ചോറും വെച്ചപ്പോൾ അരി പകുതി വേവായപ്പോഴത്തേന് പാത്രത്തിൽ നിന്ന് കുതിഞ്ഞ് തുടയാൻ തുടങ്ങി. അത് മാറി വേറൊരു പാത്രത്തിൽ എടുത്തു. അത് വേറെ അടുപ്പിൽ വെച്ചു. അത് കഴിഞ്ഞ് പിന്നെയും തിളച്ചു വരുന്നു. തിളച്ച് ചോറ് മുകളിലോട്ട് പൊങ്ങി 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 വരിക. ആ ചോറ് ഞാൻ 3 പാത്രത്തിൽ മാറ്റി. പാസ്റ്ററെ, പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മുടെ ഇതിന്റെ കുഞ്ഞുങ്ങളെ പട്ടിണിയില്ലാതെ 3 നേരം അവർക്ക് ആഹാരം കൊടുക്കാൻ കർത്താവ് അതിൽ നിന്ന് ഒലിപ്പിച്ച് എനിക്ക് തന്നു. അങ്ങനെയുള്ള അത്ഭുത ജീവിതത്തിൽ കൂടെയാണ് ഞാൻ മുൻപോട്ട് ഈ ബീഹാറിന്റെ വേലയിൽ ഇത്രത്തോളം നിലനിന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആ 25 കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, മമ്മി, എന്നെ മമ്മി എന്നാ വിളിക്കുന്നത്, മമ്മി ഇന്ന് ഉച്ചയ്ക്ക് നമുക്കൊന്നുമില്ലല്ലോ, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ആ മക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ആ കുഞ്ഞുങ്ങളുമായിട്ട് ഞാൻ പോയി പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, വാ മക്കളെ, ആഹാരം കഴിക്കാം. അന്നേരം എന്നോട് ചോദിച്ചു, മമ്മി ഇന്ന് ആഹാരം ഇല്ലല്ലോ, പിന്നെ എങ്ങനാ നമ്മൾ കഴിക്കുന്നത്? ഞാൻ പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിച്ചത് ദൈവത്തോടല്ലേ, ആ ദൈവം നമുക്ക് ആഹാരം തന്നിട്ടുണ്ട് മക്കളെ, വാ വന്ന് കഴിക്കാമെന്നും പറഞ്ഞ് ആ 3 പാത്രത്തിൽ മാറ്റിയത് കൂടാതെ ഈ വലിയ പാത്രത്തിലെ ചോറ് ഊറ്റി അത് അന്ന് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു. വൈകിട്ട് അവർക്ക് കൊടുത്തു, പിറ്റേ ദിവസവും കൊടുത്തു, കാലത്തും കൊടുത്തു, ഉച്ചയ്ക്കും കൊടുത്തു. 2 ദിവസം ആ 2 കിലോ അരിയും കൊണ്ട് അതായത് 5000ങ്ങളെ പോഷിപ്പിച്ച ദൈവം ആ കുഞ്ഞുങ്ങളെ പോഷിപ്പിക്കാനുള്ള അനുഗ്രഹം ദൈവം തന്നു. അങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. കർത്താവിന് സ്തോത്രം. ദൈവം അനുഗ്രഹിച്ച് അങ്ങനെ ആ ഫീൽഡിൽ നിന്നും ആ കുഞ്ഞുങ്ങൾ പഠിച്ച് വിദ്യാഭ്യാസമൊക്കെ ആയി. ഞങ്ങൾ 3 വർഷം ആ ഫീൽഡിൽ നിന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ആ ഫീൽഡിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി. അങ്ങനെ 3 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മാറിയപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ സങ്കടമായിരുന്നു. അത് കഴിഞ്ഞ് അഗസ്റ്റിൻ ഭയ്യയുടെ ഒരു സഹോദരനെ കൊണ്ടുവന്ന് അവിടെ ആക്കി. ആ പുള്ളിയെ അവിടെ ആക്കിയതിനു ശേഷം ആ 3 വർഷം കൊണ്ട് ആ ചർച്ചിൽ 350 പേരോളം ആരാധനയ്ക്ക് കൂടുന്നുണ്ടായിരുന്നു. ഞങ്ങളെ അവിടുന്ന് മാറ്റിയതോടുകൂടെ എല്ലാവരും പുറകിലേക്ക് പോയി, ആരാധനയ്ക്ക് വരാതായി. ഈ അഗസ്റ്റിൻ ഭയ്യയുടെ സഹോദരൻ വന്ന് പുള്ളിയും വലിയ കാര്യമായിട്ട് മനുഷ്യരുമായിട്ട് സഹകരിക്കാഞ്ഞതുകൊണ്ട് ആ ചർച്ചിൽ വന്നുകൊണ്ടിരുന്ന ആരാധന ആളുകളെല്ലാം, വിശ്വാസികളെല്ലാം നഷ്ടപ്പെട്ടു പോയായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ ഫീൽഡിൽ വിസിറ്റിങ്ങിന് ചെല്ലുന്ന സമയത്ത് ഞങ്ങൾ വരുന്നെന്നുള്ള വിവരം അറിയുമ്പോൾ എല്ലാവരും വന്ന് ഞങ്ങളെ കാണുമായിരുന്നു. അങ്ങനെ ഫീൽഡുകളിലൊക്കെയും വർക്ക് ചെയ്ത് ദൈവം ഞങ്ങളെ മുൻപോട്ട് കൊണ്ടുപോയി. 1990 ഞങ്ങൾ വേറെ സ്ഥലത്ത് പോയി. ആ സ്ഥലത്തും 3-4 വർഷം നിന്നു. അങ്ങനെ അവിടുന്ന് ഞങ്ങള് 90 ഞങ്ങള് ഇപ്പുറത്തെ ഫീൽഡിൽ വന്നിടത്ത് ഞങ്ങൾ നിന്ന് അവിടെ ഞങ്ങള് വേറെ ഒന്നും ചെയ്തില്ല. അവിടെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിശ്വാസികൾ വന്നു. അതിൽ ഒരു കുഞ്ഞ്, അതായത് ജനിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ ശരീരത്തിന് വളർച്ചയില്ല, ശരീരം ഉണങ്ങി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവര് ഈ ഒത്തിരി പൂജകളും മന്ത്രവാദികളും
മന്ത്രവാദങ്ങളൊക്കെ ചെയ്തു നോക്കി, ഒന്നും എവിടെയും ശരിയായില്ല. അങ്ങനെ ഇരുന്നപ്പോ ആരോ പറഞ്ഞു അവരോട് ഇന്ന സ്ഥലത്തൊരു പാസ്റ്റർ താമസമുണ്ട്, അവിടെ കൊണ്ടുപോയി ഈ കുഞ്ഞിനെ പ്രാർത്ഥിപ്പിച്ചാൽ സുഖമാകുമെന്ന് പറഞ്ഞു. അവര് ആ കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങളുടെ അടുത്ത് വന്നു. അപ്പൊ ഞങ്ങൾ താമസിക്കുന്ന വാടക വീടിന്റെ തൊട്ടപ്പുറത്ത് ഒരു പൂജാരി താമസമുണ്ട്. അവിടെ എപ്പോഴും പൂജകൾ നടന്നുകൊണ്ടിരിക്കും. അവിടെ മന്ത്രവാദം ചെയ്യിക്കാനായിട്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. അവർ പൂജകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഞങ്ങളെ അവിടുന്ന് മാറ്റാൻ വേണ്ടി അയാൾ ഒരുപാട് ശ്രമിച്ചു നോക്കി. പക്ഷെ ഞങ്ങൾ അവിടുന്ന് മാറാനിടയായില്ല. ദൈവം അവിടെ തന്നെ ഞങ്ങളെ സ്ഥിരമാക്കി. ഞങ്ങൾ അവിടെ നിന്നു. അങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. ഏകദേശം ആ കുഞ്ഞിനെയും കൊണ്ട് അവർ വന്നു. ഞങ്ങൾ ആ കുഞ്ഞിനെ കയ്യിലെടുത്ത്, എന്നോട് പറഞ്ഞ കുഞ്ഞിനെ കയ്യിലെടുക്കാം. ഞാൻ പറഞ്ഞു, അച്ഛാ ഇത് കയ്യിലെടുത്താൽ താഴെ പോകും, അത്രയേ ഉള്ളെന്ന് പറഞ്ഞു. ഞാൻ തുണിയോടുകൂടെ കൂട്ടി ആ കുഞ്ഞിനെ കയ്യിലെടുത്തു. ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, സ്വല്പം എണ്ണ വാങ്ങിച്ചുകൊണ്ട് പോയി, ഞങ്ങൾ പ്രാർത്ഥിച്ചു തരാം. ആ എണ്ണ ആ കുഞ്ഞിന്റെ മേത്ത് തേക്ക്, പിന്നെ അതിനെന്തെങ്കിലും പരിവർത്തനം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും വാ എന്ന് പറഞ്ഞു. അപ്പൊ ആ കുഞ്ഞിന്റെ പിതാവ് ആ കുഞ്ഞിനെ ഭാര്യയും വിട്ടേച്ച് വേറെ എവിടെയോ പോയിരിക്കുകയാണ്. ഇവൻ എന്ന് എഴുന്നേറ്റ് നടക്കുന്നവന്ന് ഞാൻ തിരിച്ചു വരുവുള്ളെന്നും പറഞ്ഞു. അന്ന് ഫോണൊന്നും ഇല്ലല്ലോ, ആ സമയത്തൊക്കെ എഴുത്തെഴുതലും ഒക്കെ അല്ലേ ഉള്ളൂ. അപ്പൊ ലാസ്റ്റ് ഈ കുഞ്ഞിനെയും കൊണ്ടുവന്ന് അവര് 3 മാസം അടുപ്പിച്ച് ചർച്ചിൽ വന്നപ്പോ ഈ കുഞ്ഞ് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയപ്പോ അവര് ആ മോൻ എഴുതി വിളിച്ചിടാ, നിന്റെ കുഞ്ഞ് നടക്കാൻ തുടങ്ങി, വാ നീ തിരിച്ചു വാ, വന്ന് നിന്റെ കുഞ്ഞിനെ കാണുന്നു പറഞ്ഞു. അങ്ങനെ അവർ തിരിച്ചു വന്നു. അവൻ തിരിച്ചു വന്നു, കുഞ്ഞിനെ കണ്ടു, വളരെ സന്തോഷമായി. അവര് കുടുംബമായിട്ട്, അവരുടെ കുടുംബത്തിൽ 12 പേരുണ്ടായിരുന്നു. ആ 12 പേരും കുടുംബമായി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഞങ്ങളുടെ കൂടെ ആരാധനയ്ക്ക് വരുവാൻ തുടങ്ങി. അങ്ങനെ ആ പ്രദേശത്ത് ഞങ്ങൾ ആ രണ്ടാമത്തെ ഫീൽഡിൽ ചെന്നിടത്ത് വലിയൊരു അനുഗ്രഹമായിരുന്നു. ചുരുങ്ങിയത് 400 പേരോളം അവിടെ ആരാധനയ്ക്ക് വരാൻ തുടങ്ങി. ഞങ്ങൾക്ക് 2 പ്രാവശ്യമായിട്ട് ആരാധന നടത്തേണ്ടി വന്നു. ഒന്നിച്ചിരിക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് രാവിലെ 10 മുതൽ 12 വരെയും 2 മുതൽ 6 വരെയും ആക്കി ഞങ്ങൾ ആരാധന. അങ്ങനെ 2 ഡിവിഷനിൽ ആരാധന നടന്നുകൊണ്ടിരുന്നു. ദൈവകൃപയാല് ആരാധനയൊക്കെ അനുഗ്രഹമായി നടന്നു. അവിടെ നല്ല വളർച്ചയുണ്ടായി. പിന്നെ അവിടെ ഒരു ബ്രാഹ്മൺ സ്ത്രീയുടെ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു. ആ മാതാവ് മരിച്ചു പോയതിന് ശേഷം ആ സ്കൂൾ അങ്ങനെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവര് വന്ന് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇത്രയും പ്രാക്ടിക്കലായിട്ട് വേലകളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ സ്കൂൾ കൂടെ ഒന്ന് തുറന്ന് നടത്തുക. അപ്പൊ അവിടെയും ജനങ്ങളെ കിട്ടും. അപ്പൊ ഞങ്ങൾ താമസിക്കുന്നവിടുന്ന് 4 കിലോമീറ്റർ ദൂരെ ആയിരുന്നു ആ ഗ്രാമം. ആ ഗ്രാമത്തിൽ ചെന്ന് ഞങ്ങൾ ആ സ്ഥലങ്ങളൊക്കെ കണ്ടു. അവിടുത്തെ ആൾക്കാരെയൊക്കെ കണ്ടു. കുറെയൊക്കെ ആൾക്കാര് മനസ്സിന് ഭയങ്കര വിരോധമുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു. കുറെ പേര് നമ്മളോട് സഹകരിക്കുന്നവരായിരുന്നു. അങ്ങനെ ആ സ്കൂള് തുറന്ന് അവിടെ പ്രവർത്തിച്ചു. ആ സ്കൂളില് 500 കുഞ്ഞുങ്ങൾ വരാൻ തുടങ്ങി. ആ കുഞ്ഞുങ്ങളോട് സുവിശേഷം പറഞ്ഞു, അവരെ ബൈബിളിന്റെ കഥകൾ പറഞ്ഞു പഠിപ്പിച്ചു. അതുപോലെ കടന്നു വരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ നല്ലൊരു അനുഗ്രഹമായിട്ട് ആ ഫീൽഡിൽ ഞങ്ങള് 90 മുതൽ 95 വരെ അവിടെ നിന്നു. 95-ല് നമ്മുടെ ഈ ഞങ്ങൾ ആ നിന്ന ഫീൽഡിൽ നിന്ന് നമുക്ക് പട്നയിൽ ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു. ആ കൺവെൻഷന് വേണ്ടി അച്ചാച്ചനും അച്ചാച്ചൻ്റെ കൂടെയുള്ള കുറെ കൂട്ടുകാരും കൂടെ, ഞങ്ങളുടെ വിശ്വാസി പിള്ളേർ തന്നെ എല്ലാവരും കൂടെ മീറ്റിങ്ങിന് വന്നു. അവര് പട്നയിൽ വന്ന് താമസിച്ചെടുത്ത വെള്ളം അവർക്ക് കുടിക്കാൻ പറ്റാത്ത വെള്ളമായിരുന്നു. അത് ആ വെള്ളം ഉപയോഗിച്ച് കുടിക്കുകയൊക്കെ ചെയ്തു. പലവിധമായ രോഗത്താൽ പലരും മരിച്ചു. ഇവിടുന്ന് അച്ചാച്ചനും തിരിച്ചു വന്നപ്പോൾ രോഗിയായിട്ടാണ് തിരിച്ചു വന്നത്. അങ്ങനെ ഡോക്ടറെ കൊണ്ട് കാണിച്ചു. പക്ഷെ പ്രതിഫലം ഒന്നും ഉണ്ടായില്ല. 1995-ല്, അതായത് ജൂൺ മാസത്തില് അച്ചാച്ചൻ തീരെ കിടപ്പായി പോയി. ആ സമയത്ത് അച്ചാച്ചന്റെ പെങ്ങൾ എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ അനിയത്തിയുണ്ട്. ഞങ്ങള് ഇത്രയും പേര് ഇങ്ങനെ കുടുംബമായിട്ട് പോകുന്ന സമയത്ത് എൻ്റെ മൂത്ത മക്കള് രണ്ടും അന്ന് ഹോസ്റ്റലിൽ, ജെയിംസ് ഹോസ്റ്റലിലാണ് അവർ പഠിക്കുന്നത്. ഇളയ മക്കള് രണ്ടും കൂടെ ഉണ്ട്. ഇളയതില് ഈ ഇളയ മോൻ, അവനന്ന് 3 വയസ്സേ ഉള്ളൂ. അവനും ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം ചാച്ചൻ ഇത്രയും സീരിയസ് ആയി കിട്ടുകയല്ലെന്നുള്ള സ്ഥിതിയിലായപ്പോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞുങ്ങളെയും 2 അനിയത്തിയും എൻ്റെ പെങ്ങളെയും നിന്റെ അനിയത്തിയും നീ അവരെ കൊണ്ട് മുൻപോട്ട് പോകണം, അവരെ കൈവിടരുത്, അവരെ ഉപേക്ഷിക്കരുത്.
നമ്മളെയാണ് അവരെ ഏൽപ്പിച്ചു വിട്ടിരിക്കുന്നത് മാതാപിതാക്കള്. അതുകൊണ്ട് അവരെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അച്ചാച്ചൻ എന്താ ഇങ്ങനൊക്കെ പറയുന്നത്? ഇങ്ങനൊന്നും പറയാതെന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു, ഇനി എനിക്ക് അധികം സമയമില്ല, ഞാൻ പോവുക എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എവിടെ പോകാനാന്ന് ചോദിച്ചു. എന്റെ സമയം തീർന്നു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ് ചാച്ചൻ ഇങ്ങനെ കടന്നേച്ച് പറഞ്ഞു, എന്നെ കുറേ വെളുത്ത വസ്ത്രം ധരിച്ചവര് വന്ന് എന്നെ ഇങ്ങനെ മുകളിലോട്ട് പൊക്കിക്കൊണ്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ചാച്ചന് പോകാൻ സമയമായിട്ടില്ല, പിന്നെ എങ്ങനെ പോകാനാന്ന് ചോദിച്ചു. അതെനിക്കും അറിയാം, എനിക്ക് സമയമായിട്ടില്ല, പക്ഷെ എന്നെ ഇങ്ങനെ കൊണ്ടുപോകാൻ ദൂതന്മാർ വന്ന് എന്നെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് പോകുക എന്ന് പറഞ്ഞു. പൊക്കിക്കൊണ്ട് പോയി 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 അങ്ങനെ ആ കണ്ട ദർശനത്തിൽ മൂലം അച്ചാച്ചൻ മരണം അടഞ്ഞു അത്രയും നേരം കൊണ്ട്. അതൊരു 3 മണിക്കൂർ വരെ ഒരു അനക്കവും ഇല്ലായിരുന്നു. എനിക്കറിയത്തില്ല ഞാൻ എന്ത് ചെയ്യും, എൻ്റെ അടുത്ത് ആരുമില്ല. 2 അനിയത്തിമാരുണ്ട്, അവരും ഇരുന്ന് ഭയങ്കര കരച്ചില്. ഞാൻ എന്ത് ചെയ്യുമെന്നുള്ള ഒരു ഇതിൽ ഇങ്ങനെ വിഷമിച്ചിരുന്ന സമയത്ത് അപ്പുറത്തുനിന്ന് പണ്ഡിജി വന്ന് നോക്കിയേച്ച് പറഞ്ഞു, ഇത് തീർന്നു പോയി, ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇനി ആൾക്കാരെ അറിയിക്കേണ്ടവരെ അറിയിച്ചോ, അവര് നിങ്ങളുടെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവരെയൊക്കെ വിളിച്ചു പറയേ. ഞാൻ പറഞ്ഞു, ആരോട് വിളിച്ചു പറയാനാ, ഫോണൊന്നുമില്ല, പിന്നെ എങ്ങനെ വിളിച്ചു പറയുന്നത്? അപ്പൊ പറഞ്ഞു, ഞങ്ങളുടെ ഒരു വണ്ടിയുണ്ട്, ആ വണ്ടിക്ക് നിങ്ങൾ ആളെ പറഞ്ഞു വിടാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ചർച്ചിൽ വന്ന 1-2 വിശ്വാസികളെ ആ വണ്ടിയിൽ ഇരുത്തിയ പിന്നെ ജെയിംസില് ഡേറിയോൺസോണിൽ പറഞ്ഞു വിട്ടു. അവരവിടെ ചെന്നു വിവരം പറഞ്ഞ് പിറ്റേ ദിവസമാണ് അവര് വരുന്നത്. അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. എൻ്റെ ഈ ഇളയ മോൻ, ഞാനിങ്ങനെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, മമ്മി, അവന് പറയാൻ ശരിക്കും അറിയത്തില്ല, 3 വയസ്സല്ലേ ഉള്ളൂ. ആ പറഞ്ഞു കരയാതെന്നും പറഞ്ഞു വെച്ച് പാപ്പ കടന്ന സ്ഥലത്ത് പോയി അച്ഛൻ്റെ തലയിൽ ഇവൻ കൈ വെച്ച് പ്രാർത്ഥിച്ച്. എന്താ പറഞ്ഞെന്നൊന്നും എനിക്കറിയത്തില്ല. അവൻ ആ തല കൈ വെച്ച്, ഞാനിങ്ങനെ അവിടുന്ന് ഇവൻ തലയിൽ കൈ വെച്ചപ്പോ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, 4 കുഞ്ഞുങ്ങളെ നീ എനിക്ക് തന്നിട്ടുണ്ട്, 2 കൂടപ്പുറപ്പുങ്ങളെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. എൻ്റെ അച്ചാച്ചനൊന്നും സംഭവിക്കരുത്, കർത്താവ് ഇവിടെ അത്ഭുതം പ്രവർത്തിക്കണം, എൻ്റെ കുഞ്ഞിന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കണമെന്ന് ഞാനും അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ച അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ചാച്ചൻ പതുക്കെ കൈയും കാലും അനക്കാൻ തുടങ്ങി. കർത്താവിന് സ്തോത്രം, ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. എൻ്റെ അച്ചാച്ചന് കർത്താവ് പുതുജീവനെ കൊടുത്തു, പുതുബലത്തെ കൊടുത്തു. അച്ചാച്ചൻ എഴുന്നേറ്റിരുന്ന് ഞങ്ങളുമായിട്ട് സംസാരിച്ചു. അതിനുശേഷം നല്ല ആരോഗ്യം ശരീരത്തിന് വന്നു കഴിഞ്ഞപ്പോ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ട് എന്നെ ദൂതന്മാർ പൊക്കി 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 മുകളിലോട്ട് കൊണ്ടുപോയി. പകുതി വഴി ചെന്നപ്പോ അവര് പറഞ്ഞു, നിന്റെ സമയമായില്ല, നീ പോ താഴോട്ടെന്നും പറഞ്ഞ് എന്നെ കൊണ്ടുവന്ന് താഴെ കൊണ്ട് ഇറക്കി വെച്ച് അന്നേരമാ ഞാൻ കണ്ണു തുറന്നേന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവം അന്ന് മുതല് മുൻപോട്ട് പോയി ഞങ്ങളുടെ വേലയില് അത്ഭുതകരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അവിടുന്ന് ഞങ്ങളെ പിന്നെ വേറൊരു 95 പിന്നെ ഞങ്ങളെ അവിടുന്ന് മാറ്റി വേറൊരു ഫീൽഡിലാക്കി. ഞങ്ങള് ബീഹാറിൽ പോകാത്ത സ്ഥലങ്ങളില്ല, വേല ചെയ്യാത്ത സ്ഥലങ്ങൾ വളരെ ചുരുക്കമേ ഉള്ളൂ. ബീഹാറില് 3/4 സ്ഥലങ്ങളില് ഞങ്ങള് വേല ചെയ്ത ഫീൽഡുകളാണ്. മഴ പെയ്യുന്ന വെള്ളപ്പൊക്കമുള്ള സമയത്ത് ആ സ്ഥലങ്ങളിൽ പോയി അവരെ സഹായിക്കാനും എടുക്കാനും ആയിട്ട് അവരുടെ ഇടയിലും വേല ചെയ്തിട്ടുണ്ട്. കുഷ്ഠരോഗികളുടെ ഇടയിൽ ഞങ്ങൾ വേല ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഫീൽഡുകളിലും ഞങ്ങൾ വേല ചെയ്ത് മുൻപോട്ട് പോയി. ലാസ്റ്റ് ഞങ്ങളെ 95 വേറൊരു ഫീൽഡിലാക്കി. അവിടെ ഞങ്ങൾ നിന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ പറഞ്ഞു, കർത്താവേ, ഇനി ഇവിടം വിട്ടു പോകുന്നെങ്കിൽ ഈ വേല വിടുക, ഇനി ഇവരുടെ കൂടെ നിൽക്കുന്നില്ല എന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ ഈ ലാസ്റ്റ് ഫീൽഡിലേക്ക് പോകുന്നത്. അവിടെ ചെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞാ, ഫീൽഡ് വർക്ക് അല്ലാതെ വേറെ ഒന്നും നമ്മൾ ചെയ്യണ്ട, നമ്മൾ സ്കൂളിന്റെ പണി നോക്കണ്ട, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കണ്ട. കാരണം അങ്ങനെ നമ്മൾ നോക്കി വന്നിടത്തൊന്നും നമ്മളെ അവര് സ്ഥിരമാക്കിയിട്ടില്ല. അതുകൊണ്ട് ഇനി ആ ഒരു വേലയെ വേണ്ട, നമ്മൾ സുവിശേഷ വേല ചെയ്യുക, നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആ വേലയാണ്, അത് മാത്രം ചെയ്യുക. കടന്നു പോവുക, ഗ്രാമങ്ങളിൽ കടന്നു പോവുക, കുടുംബങ്ങളിൽ കടന്നു പോവുക, അവരുമായിട്ട് സഹകരിക്കുക, അവരെ വിശ്വാസത്തിൽ കൊണ്ടുവരിക എന്നിങ്ങനെയുള്ള പരിപാടികൾ കൂടെയാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഗ്രാമത്തിൽ കടന്നു ചെല്ലുമ്പോൾ ഞാൻ സ്ത്രീകളുടെ ഇടയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയും, എൻ്റെ അടുത്ത് തയ്യലുണ്ട്, നിങ്ങളുടെ മക്കളെ വിടാൻ താല്പര്യം ഉണ്ടെങ്കിൽ വിട്. അങ്ങനെ പെൺപിള്ളേര് എൻ്റെ വേലയിൽ കൂടുതലും
പെൺപിള്ളേരായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അവര് വരും, അവരുമായിട്ട് 1 മണിക്കൂർ ക്ലാസ് എടുത്തിട്ട് അരമണിക്കൂർ വചനത്തിൽ നിന്ന് സംസാരിക്കും. അത് കഴിഞ്ഞ് അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി എഴുതിയെടുത്തിട്ട് പിന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ ഒത്തിരി ചെറുപ്പക്കാര് പിള്ളേര് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസന്നിധിയിൽ വന്നു. ആ മക്കൾ മുഖാന്തരം അവരുടെ കുടുംബങ്ങൾ ദൈവസന്നിധിയിൽ വന്നു. അങ്ങനെ അനേക ആത്മാക്കളെ നേടിയെടുക്കാൻ ദൈവം എന്നെ സഹായിച്ചു. അങ്ങനെ 2020 വരെ ആ ഫീൽഡിൽ നിന്നു. 2020 ഞാൻ അച്ചാച്ചനോട് പറഞ്ഞു, പ്രാർത്ഥിക്ക്, നമുക്ക് ദൈവം എന്താ വെച്ചിരിക്കും, ദൈവത്തിന് നമ്മളെ കുറിച്ച് എന്താ ഉദ്ദേശം അത് അറിയാവുന്ന പറഞ്ഞു. അച്ചാച്ചൻ പറഞ്ഞു, ഈ 2020 ഈ ജെയിംസുമായിട്ടുള്ള വേല നമ്മൾ വിട്ടിട്ട് സ്വന്തമായിട്ട് വേല ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് ഞങ്ങള് ലാസ്റ്റ് ഫീൽഡ് ഞങ്ങളുടെ മോത്തിയാരി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. ആ ഫീൽഡിൽ ചെന്നപ്പോൾ ഞങ്ങൾക്ക് വളരെ കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നു. പട്ടിണിയായി, ദുരിതമായി, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് ബുദ്ധിമുട്ടായി. മൂത്ത മക്കൾ രണ്ടും അവരുടെ ജെയിംസ് ഹോസ്റ്റലിലാണ്. ഇവിടെ ഞങ്ങൾ ഈ 2 മക്കൾ ഇവിടെ വേറെ പഠിക്കുന്ന, ഇവർക്ക് ഫീസ് വേണം. ഞങ്ങളുടെ പോക്ക് വരവ് ചെലവ് കംപ്ലീറ്റ് ഞങ്ങൾ ആകപ്പാടെ കഷ്ടതയിൽ കൂടെ കർത്താവ് മുൻപോട്ട് കൊണ്ടുപോകാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ കഷ്ടതയൊന്നും ഒരു കഷ്ടതയല്ല, ഇതിലേറെ കഷ്ടത കർത്താവ് നമ്മൾക്ക് വേണ്ടി സഹിച്ചു. ഇതൊക്കെ നിസ്സാരമെന്ന് എണ്ണി ഞങ്ങൾ പ്രാർത്ഥിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ മോത്തിയാരിയില് ഞങ്ങൾ താമസിക്കുന്ന സമയത്ത് ഈ കുഞ്ഞുങ്ങളെ 2നെ കിഡ്നാപ്പ് ചെയ്തു. ഇയാളെ 2 മക്കളെ കിഡ്നാപ്പ് ചെയ്തു കൊണ്ടുപോയി. ഞങ്ങൾ ആ സമയത്ത് ഡൽഹിയിൽ മോഹൻസി ലാസറിന്റെ മീറ്റിങ്ങിന് പോയിരിക്കുകയായിരുന്നു. മീറ്റിങ്ങിന് പോയി തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ മക്കളെ 2നെയും കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി. അവർ ചോദിക്കുന്ന പൈസ കൊടുക്കാതെ കുഞ്ഞുങ്ങളെ തിരിച്ചു കിട്ടത്തില്ല. അഥവാ പൈസ കൊടുത്തില്ലെങ്കിൽ അവരെ നിങ്ങൾക്ക് നഷ്ടമാകുമെന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞങ്ങൾ ഇതിനായിട്ടല്ലല്ലോ പോയത്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ രക്ഷിച്ചു തരണേന്ന് പ്രാർത്ഥിച്ചു. അവിടുന്ന് ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ കൊണ്ടുപോയ ആള് അവിടുത്തെ മോത്തിയാറി റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് അവിടെ നിർത്തിയിട്ട് അയാൾ ബാത്റൂമിലേക്ക് പോകാനായിട്ട് പോയി. അപ്പൊ മോത്തിയാരിയിലെ ആ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ 2 പിള്ളേര് മക്കളുടെ കൂടെ പഠിക്കുന്നുണ്ടായിരുന്നു. അയാൾ ഈ കുഞ്ഞുങ്ങളെ കണ്ടു. അപ്പൊ ചോദിച്ചു, അപ്പോൾ രാത്രി ഏതാണ്ട് 9 മണിയായി. ചോദിച്ചു, നിങ്ങളെന്താ മക്കളെ ഇവിടെ? അന്നേരം പറഞ്ഞു, ഇന്നയാൾ കൊണ്ടെന്താ, അവര് കിഡ്നാപ്പറാണ്, അവരെ അയാളിൽ നിന്ന് ആ കുഞ്ഞുങ്ങളെ രക്ഷിച്ച് അയാളുടെ വീട്ടിൽ നിർത്തി. പിറ്റേ ദിവസം രാവിലെ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് ഞങ്ങളുടെ കയ്യിൽ തന്നു. അവിടുന്ന് ആ കുഞ്ഞുങ്ങളെ വേറൊരു സ്കൂളിൽ, ഒരു മിഷൻ സ്കൂളിലാക്കി. ആ സിവാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മിഷൻ സ്കൂളുണ്ട്, അവിടെ പഠിപ്പിച്ചു. അവർക്ക് ഫീസ് കൊടുക്കണം, ഹോസ്റ്റൽ ചെലവ് കൊടുക്കണം. പക്ഷേ ഞങ്ങൾക്ക് അറിയത്തില്ല എങ്ങനെ ചെയ്യൂ, എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. കുഞ്ഞുങ്ങളെ 2 പേരെ ഇവരിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ആക്കി. അഡ്മിഷൻ കൊടുത്തു. കുഞ്ഞുങ്ങൾ അവിടെ പഠിച്ചുകൊണ്ടിരുന്നു. ആദ്യത്തെ മാസത്തെ ഫീസ് ഒരു വിധത്തിൽ കെട്ടി. 3000 രൂപ ഫീസ് കൊടുക്കണം, 3000 രൂപ അവർക്ക് ഹോസ്റ്റൽ ചാർജ്. ഞങ്ങൾക്ക് കിട്ടുന്ന തുക കേവൽ 10000 രൂപ. 6000 രൂപ അങ്ങനെ പോകും. മക്കളുടെ അവിടുത്തെ ഹോസ്റ്റൽ ഫീസ് കൊടുക്കണം. അങ്ങനെയായപ്പോ ഞാൻ പറഞ്ഞാ, എങ്ങനെ ഇങ്ങനെ നമ്മൾ മുൻപോട്ട് പോകും? അപ്പൊ ഞാൻ ദേവദാസൻ, ആ സ്കൂള് നടത്തുന്ന അയാളൊരു പാസ്റ്ററാ. പുള്ളി അച്ഛനും ഒരുമിച്ച് OM ടീമിൽ വർക്ക് ചെയ്തതാ. അങ്ങനെ ഒരു പരിചയം ഉള്ളത് വെച്ചുകൊണ്ട് ഞങ്ങൾ ആ പുള്ളിയായി പോയി കണ്ട് സംസാരിച്ചപ്പം പറഞ്ഞ്, അവരുടെ ഫീസിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. നിങ്ങൾ പോക്കോ, നിങ്ങൾ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ആ പാസ്റ്ററുടെ ഭാര്യ എല്ലാ മാസവും വന്നിട്ട്, ഗ്രേസിന്റെ പൈസ കിട്ടിയില്ലല്ലോ, ബ്ലസ്സിന്റെ പൈസ കിട്ടിയില്ലല്ലോ, അവരുടെ പൈസ എന്തിയെ? അന്നേരം ആ പാസ്റ്റർ പറഞ്ഞു, അവരുടെ ഫീസ് തന്നു, ആ ഫീസ് ഇതൊക്കെ ബില്ലിൽ എഴുതിയിട്ടുണ്ട്, അവരുടെ പൈസ കിട്ടി, ആ പൈസ ഞാൻ വണ്ടിക്ക് ചെലവാക്കി, അതിന് ചെലവാക്കി, ഇതിന് ചെലവാക്കി എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളുടെ 10ാം ക്ലാസ് വരെയുള്ള പഠിത്തം ആ പാസ്റ്റർ മുഖേന അവിടെ ദൈവം നടത്തി തന്നു. 10ാം ക്ലാസ് കഴിഞ്ഞു. ഇളയ മക്കളെ 2 പേരുടെയും പഠിത്തം പൂർത്തിയായി. 10ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ അവര് വെളിയിൽ വന്ന് പിന്നെ അവര് കോളേജിലൊക്കെ പോയി. അവർ അല്ലാതെ ചില്ലറ പണികളൊക്കെ ചെയ്ത് കിട്ടുന്ന പൈസ കൊടുത്തും ഞങ്ങളിൽ കിട്ടുന്ന പൈസയും കൊടുത്തു. അങ്ങനെ കുഞ്ഞുങ്ങളുടെ പഠിത്ത കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നു. 2021 ഞങ്ങള് ജെയിംസ് വിട്ട് മിനിസ്ട്രി ഞങ്ങൾ തുടങ്ങി. അങ്ങനെ 4 വർഷം കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോയി. 5ാമത്തെ വർഷമായപ്പോ 2005 അച്ചാച്ചന്റെ തലയ്ക്ക് ഒരു വേദന പോലെ വന്നു. 2 കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെട്ടു.
പിന്നെ പുള്ളിക്ക് ഗ്രാമത്തിൽ പോകാനോ എടുക്കാനോ ഒന്നും പറ്റാത്ത ഒരു സാഹചര്യമായി. അങ്ങനെ ഞാൻ ചിന്തിച്ചു, കർത്താവ്, ഈ 4 കുഞ്ഞുങ്ങളെ വളർത്തണം, കണ്ണിനും കാഴ്ചയില്ല, ഉള്ള സംസ്ഥാനത്ത് നിന്ന് വിടുകയും ചെയ്യുന്ന ഒരു സപ്പോർട്ടോ ഒന്നുമില്ല. പിന്നെ ഉള്ളെന്ന് പറയാന് ഈ ഒരു തയ്യലിന്റെ ജോലി മാത്രമേ ഉള്ളൂ. ആ തയ്യൽ ജോലിയും കൊണ്ട് എത്രമാത്രം കാര്യങ്ങൾ നടത്തുമെന്നുള്ള ഇതിലിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്നോട് അച്ഛൻ പറഞ്ഞടി, നീ എന്തിനാ ഭാരപ്പെടുന്നത്, ദൈവമുണ്ട് നമ്മുടെ കൂടെ, നമുക്ക് ഗ്രാമത്തിൽ പോകണം, സുവിശേഷം അറിയിക്കണം, അവര് നമ്മളെ സഹായിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചോദിച്ചാ എങ്ങനെ പോകും, നമ്മള് കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിലല്ലേ പോകുന്നത്, അവര് പോയിട്ട് വരുമ്പോഴത്തേനും നമുക്കും പോയിട്ട് വരാം. ഞങ്ങള് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് പോയാൽ ഞങ്ങൾ തിരിച്ച് വൈകിട്ട് 4 മണിയാകുമ്പോഴാണ് വീട്ടിൽ വരുന്നത്. സൈക്കിൾ റിക്ഷ വിളിച്ച് ആ സൈക്കിൾ റിക്ഷയിൽ അച്ചായനെ കയറ്റി ഇരുത്തി ഞാനും അതിലിരുന്ന് ഞങ്ങള് ആ 2007 വരെ അങ്ങനെ കറങ്ങി ഫീൽഡുകളിൽ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. 2007 വരെ കർത്താവ് ഞങ്ങളെ അത്ഭുതകരമായിട്ട് നടത്തി. 2007 വെക്കേഷന്റെ സമയത്ത് ഞങ്ങൾ നാട്ടിൽ പോയി. നാട്ടിൽ ചെന്നു. ഇല്ല, 2007 വരെയും കണ്ണിന് കാഴ്ചയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന വേലകളെല്ലാം നല്ലോണം നടന്നു. 2012 7 വർഷക്കാലം കണ്ണിന് കാഴ്ചയില്ലാതെ ഇരുന്ന് അങ്ങനെ മുൻപോട്ട് പോയ സമയത്തും കർത്താവ് അത്ഭുതകരമായിട്ട് വഴി നടത്തി. 2012 ഞങ്ങള് നാട്ടിൽ പോവുകയാണ്. നാട്ടിൽ പോകുന്ന സമയത്ത് വണ്ടിയിൽ ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഈ കുഞ്ഞുങ്ങളുടെ മുഖമൊക്കെ കണ്ടിട്ട് എത്ര നാളുകളായി, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സംസാരം അല്ലാതെ വേറൊന്നും കുഞ്ഞുങ്ങളുടെ മുഖം എങ്ങനെയാന്ന് പോലും എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാരമില്ല, ദൈവം ഓരോരുത്തർക്കും ഓരോ സമയം വെച്ചിട്ടുണ്ട്. എന്നാൽ അച്ചാച്ചന്റെ ആരാധനയുടെ സമയത്ത് ഒരാള് വന്ന് ഒരു പ്രാവശ്യം സംസാരിച്ചാല് പിറ്റേ ദിവസം ആള് വരുമ്പോ അവർ സൗണ്ട് കേട്ടാ പറയും ഇന്ന ആളാന്ന് പേരെടുത്ത് പറയുമായിരുന്നു. കർത്താവ് വെളിയിലെ കണ്ണടച്ചു കളഞ്ഞെങ്കിലും ഉള്ളിലെ ഹൃദയ കണ്ണിന് കാഴ്ച കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകാരണം അനേകര് പ്രാർത്ഥനയ്ക്ക് വരും, കുഞ്ഞുങ്ങളില്ലാത്തവര്, അതുപോലെ പല രോഗികളായിട്ട് അങ്ങനെയുള്ളവരൊക്കെ വന്ന് പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിച്ചു പോയവരുണ്ട്. ഒരു 4-5 ഫാമിലി വർഷങ്ങളായി കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ലാതിരുന്ന അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് അവർക്ക് കുഞ്ഞുങ്ങളെ കൊടുത്തു. അങ്ങനെയുള്ള നന്മകളൊക്കെ കാണുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു, പരിപാലിച്ചു മുൻപോട്ട് പോയി. അതിനിടെ ഈ ഫീൽഡുകളിലൊക്കെയും ഞങ്ങൾ ആദ്യമായിരുന്ന മോത്തിയാരി ഫീൽഡിൽ ഞങ്ങൾ താമസിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ വെക്കേഷന് വന്ന സമയത്ത് കഴിക്കാൻ ആഹാരമില്ലാതെ വളരെ ഭാരപ്പെട്ടിട്ടുണ്ട്. 3 നേരം ഈ റൊട്ടി ഉണ്ടാക്കി കഴിക്കുമ്പോൾ എൻ്റെ ഇളയ മോൻ ചോദിക്കായിരുന്നു, മമ്മി ഒരു നേരമെങ്കിലും ഇച്ചിരി ചോറ് തന്നുകൂടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മക്കളെ ദൈവം തരും, നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന തയ്യൽ പഠിച്ച വീട്ടിലെ ആ കൊച്ചിൻ്റെ അടുത്ത് ഇച്ചിരി പൈസ ബാക്കി കിട്ടാണ്ട് അവിടെ വാങ്ങിക്കാൻ ചെന്നപ്പോൾ അവള് പറഞ്ഞു, ആൻറ്റി പൈസയൊന്നുമില്ല, പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം, ഞാൻ കുറച്ച് അരി തരാം, അത് കൊണ്ടുപോകും, അല്ലാതെ ഇപ്പൊ പൈസ ഇല്ല, എൻ്റെ ഭർത്താവിന് പൈസ കിട്ടുമ്പോഴേ ഞാൻ പൈസ തരാനൊക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞു, എന്തേലും ആവട്ടെ കുഞ്ഞെ തരാൻ പറഞ്ഞു. അവള് തന്നെ അവളുടെ സഹോദരന്റെ കയ്യിൽ അരിയും കുറെ പച്ചക്കറി സാധനങ്ങളും ഒക്കെ കൊടുത്തു വിട്ടു. ആ സമയത്ത് എൻ്റെ കുഞ്ഞുങ്ങൾ 4 ദിവസമായി അരി ആഹാരം കഴിച്ചിട്ട്. അന്ന് ഞാൻ ഈ അരി വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് പ്രാർത്ഥിച്ചേച്ച് പറഞ്ഞു, മോനെ പ്രാർത്ഥിക്ക്, ദൈവം ഇന്ന് വൈകിട്ട് നമുക്ക് നല്ല ഇറച്ചിക്കറിയും ചോറും തരുമെന്ന് പറഞ്ഞു. അന്നേരം പറയാം, മമ്മി നമ്മുടെ കയ്യിൽ വാങ്ങിക്കാൻ പൈസ ഇല്ല, പിന്നെ എവിടെ നിന്ന് തരും? ഞാൻ പറഞ്ഞു, മക്കളെ ദൈവം ഒരുക്കിയിട്ടുണ്ട്, ദൈവം തരും. ഇന്ന് രാത്രിയിലെ ഭക്ഷണം നമുക്ക് നമ്മുടെ വീട്ടിലല്ല, വേറെ എവിടെയോ ദൈവം നമുക്ക് കരുതിയിട്ടുണ്ട്, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ചു. വൈകിട്ട് 6 മണിയായപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ആദ്യം പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പളിന്റെ ആങ്ങളയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചായിരുന്നു. പുള്ളി ക്യാൻസർ രോഗത്താൽ ഭാരപ്പെട്ട് ആശുപത്രിയിലായിരുന്നു. അവിടുന്ന് രക്ഷയില്ലെന്നും പറഞ്ഞ് തിരിച്ചു വിട്ടു. ഞങ്ങൾ സഹോദരന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. കർത്താവ് അത്ഭുതകരമായ വിടുതൽ കൊടുത്തു. പിറ്റേ പ്രാവശ്യം ആ പുള്ളി പോയി ടെസ്റ്റ് ചെയ്തിട്ട് ക്യാൻസറിന്റെ ഒരു അണുക്കൾ പോലും പുള്ളിയുടെ ശരീരത്തിൽ ഇല്ലായിരുന്നു. ആ സന്തോഷത്തിന് അന്നത്തെ വൈകിട്ടത്തെ ആഹാരം ഞങ്ങൾക്ക് കർത്താവ് അവിടെ ഒരുക്കി. ഞങ്ങളെ അവരുടെ വണ്ടിയുമായിട്ട് വന്ന് അവരുടെ വീട്ടിൽ താമസിക്കുന്ന കാവൽക്കാരൻ പയ്യൻ വന്ന് ഞങ്ങളെ കൊണ്ടുപോയി, ആൻറ്റി വിളിക്കുന്നു, നിങ്ങൾക്ക് വൈകിട്ട് ആഹാരം അവിടാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾ പോയി. ദൈവത്തിന്റെ കൃപയാല് ഞങ്ങൾക്കറിയത്തില്ല, ഞങ്ങളുടെ മുമ്പിൽ നിരത്തിയ
വെച്ചിരുന്ന ആഹാരങ്ങൾ എന്തൊക്കെയാന്ന് പോലും ഞങ്ങൾക്കറിയത്തില്ല. അതുപോലെ ഏലിയാവിന് കാക്കയെ കൊണ്ട് ആഹാരം കൊടുത്ത ദൈവം ഞങ്ങളെയും അവിടെ പോഷിപ്പിച്ചു. വചനത്തിലുണ്ടല്ലോ, ബാലസിംഹങ്ങളോ ഇരകിട്ടാതെ വിശന്നിരിക്കും, എന്നാൽ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. എന്റെ കർത്താവ് അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ കഷ്ടങ്ങളും പ്രയാസങ്ങളും കർത്താവ് കണ്ട് ഞങ്ങൾക്ക് ആഹാരം തന്നു. ഞങ്ങൾ കഴിച്ചു. തിരിച്ചു പോരാൻ നേരത്ത് ഒരു ടിഫിൻ, ഇത്രയും വലിയൊരു ടിഫിൻ നിറച്ച് ആഹാരം ബാക്കി ഉണ്ടായിരുന്നത് പാക്ക് ചെയ്ത് വെച്ച് പറഞ്ഞത് ഇവിടെ ഇരുന്ന് ആരും കഴിക്കത്തില്ല, കൊണ്ടുപോകും, നാളെ കുഞ്ഞുങ്ങൾ കഴിക്കും എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് തന്നു വിട്ടു. ആ സമയത്തും പാസ്റ്ററെ 3 സിലിണ്ടർ കാലിയായിട്ട് എൻ്റെ വീട്ടിലിരിക്കുക. അത് നിറയ്ക്കാൻ പൈസയില്ല. ഒന്നാമത് ആഹാരം വയ്ക്കാനുള്ള സാധനങ്ങളില്ല, നിറയ്ക്കാൻ പൈസയില്ല. ആ ബുദ്ധിമുട്ടിലിരിക്കുന്ന സമയത്ത് ഈ ഉണക്കവിറകുകൾ, മാമ്പറകൾ പെറുക്കിക്കൊണ്ടുവന്ന് മുറ്റത്ത് ഈട്ട കൂട്ടി വെച്ച് കത്തിച്ച് ആഹാരം ഉണ്ടാക്കുമായിരുന്നു. ആ ഒരു ദിവസം രാത്രിയിൽ ഞാൻ ഇതുപോലെ ഞാൻ പറഞ്ഞു, വെച്ചാൽ കത്തിക്കാനൊന്നുമില്ല, വിറക് വാങ്ങിക്കാനും പൈസയില്ല, ഗ്യാസും ഇല്ല, എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അതൊക്കെ ദൈവം നടത്തുമെന്ന് പറഞ്ഞു. എല്ലാവരും ഉറങ്ങിയ സമയത്ത് ഞങ്ങൾ താമസിക്കുന്നതിന്റെ 4 സൈഡും മാവിന്റെ ഒരു വൃക്ഷങ്ങളായിരുന്നു. ആ മാഞ്ചോട്ടിൽ പോയി ചാക്കും കൊണ്ടുപോയി ചൂലെടുത്ത് മാവിന്റെ ഇല അടിച്ചു കൂട്ടി ചാക്കിനകത്ത് നിറച്ച് 4-5 ചാക്ക് നിറച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ആ മാവല ഇട്ട് കത്തിച്ച് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം ഉണ്ടാക്കി കൊടുത്ത സമയങ്ങളുണ്ട്. അതുപോലെയുള്ള കഷ്ടതയിൽ കൂടെ കർത്താവിനെ മുന്നോട്ട് കൊണ്ടുപോയി ഞങ്ങളെ അത്ഭുതകരമായിട്ട് കർത്താവ് വഴി നടത്തി. ഞങ്ങൾ വേലയ്ക്കൊരു മുടക്കം വന്നില്ല. പട്ടിണിയിലും ദാരിദ്ര്യത്തിലായിരുന്നെങ്കിലും ഞാൻ പറയുമായിരുന്നു, ചെറുപ്പത്തിലോ കഷ്ടതയായിരുന്നു, ഇപ്പോഴും കഷ്ടത. പക്ഷെ ഇപ്പോഴത്തെ കഷ്ടത ദൈവം തരുന്ന കഷ്ടതയാ. ഇതിലൊരു നീക്കുപോക്ക് ദൈവം തരും എന്നുള്ള പരിപൂർണ വിശ്വാസം ഉള്ളത് കൊണ്ട് മുൻപോട്ട് പോയി. അങ്ങനെ ആ ഫീൽഡ് വിട്ടിട്ടാണ് ഞങ്ങള് ചപ്ര എന്ന് പറയുന്ന സ്ഥലത്ത് 2001 വന്ന് അവിടെ വന്ന് 5 വർഷം കഴിഞ്ഞ് പശ്ചാത്തലത്തിന്റെ കണ്ണിന് കാഴ്ച പോയി. അങ്ങനെ മുൻപോട്ട് പോയി. ലാസ്റ്റ് 2012 ആ 7 വർഷക്കാലം പുള്ളിയെ ഞാൻ സംരക്ഷിച്ചു. എവിടെ പോയാലും ഫീൽഡിലാണേലും പോകുമ്പോൾ ഞങ്ങൾ സൈക്കിൾ റിക്ഷയിൽ പോകും വരും, നോക്കിയെടുക്കും. 2012 ഞങ്ങൾ അവധി കിട്ടിയ സമയത്ത് കുഞ്ഞുങ്ങളുമായിട്ട് വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന് എല്ലാവരെയും കണ്ടു. എല്ലാവരുമായിട്ട് ഇങ്ങനെ ഞങ്ങൾ ചെല്ലുന്നെന്ന് അറിയുമ്പോഴത്തേന് അച്ചാച്ചന്റെ പെങ്ങന്മാരും ചേട്ടന്മാരുടെ മക്കളും ചേട്ടനും എല്ലാവരും ഒന്നിച്ച് തറവാട് വീട്ടിൽ കൂടുമായിരുന്നു. അങ്ങനെ ആ തറവാട്ട് വീട്ടിൽ എല്ലാവരുമായിട്ട് കൂടി വന്നിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് കാപ്പി കുടിച്ചേച്ച് ഞങ്ങളിങ്ങനെ ഇരുന്ന് ഞങ്ങൾ പോയ കാര്യങ്ങൾ, ഞങ്ങളിവിടെ വേല ചെയ്ത കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയായിരുന്നു. കാരണം അവർ CSI കുടുംബത്തിലായതുകൊണ്ട് കൂടുതലും ദൈവവചനം അവരോട് ഞങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി മുൻപോട്ട് അവരെ വിശ്വാസത്തിൽ കൊണ്ടുവരാനായിട്ട് തുടങ്ങിയ സമയങ്ങളായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് മൂത്ത ചേട്ടൻ വിശ്വാസത്തിൽ വന്നു, ചേട്ടന്റെ മക്കള് വിശ്വാസത്തിൽ വന്നു. അമ്മ അതിനു മുമ്പ് മരിച്ചുപോയി, അച്ചാച്ചന്റെ അമ്മ. അതുകൊണ്ട് അമ്മ വന്നില്ല. പിന്നെ അച്ചാച്ചന്റെ അനിയന്റെ ഭാര്യ, അനിയന്റെ മോൻ ഇപ്പം സുവിശേഷ വേലയില. അങ്ങനെ അവർ 2 പേര് ദൈവസന്നിധിയിൽ അടുത്ത് വന്നു. ബാക്കി ചേട്ടന്മാര് വന്നില്ല, അവര് CSI തന്നെ നിൽക്കുക. അവര് പറഞ്ഞു ഞങ്ങളുടെ പരമ്പര വിട്ട് വരത്തില്ലെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു, ഒരു സമയം വരും നിങ്ങൾക്ക് പരമ്പര വിടേണ്ടതായിട്ട്, ആ സമയത്ത് ദൈവം നിങ്ങളെ പിടിച്ചോളൂ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. 2012 ഞങ്ങൾ വീട്ടിൽ ചെന്നതിന്റെ പിറ്റേ ദിവസം സെപ്റ്റംബർ 19 ഞങ്ങൾ വീട്ടിൽ ചെല്ലുന്നു. 19 വീട്ടിൽ ചെന്ന് പിറ്റേ ദിവസം 20 ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് അവിടുന്ന് ഇങ്ങനെ ഈ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് എന്നോട് പറഞ്ഞടി, എനിക്കെന്തോ ഒരു വല്ലാത്ത വിഷമം പോലെ വരുന്നു, എനിക്ക് ഇച്ചിരി വെള്ളം തരാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, ചൂടുവെള്ളം വേണോ പച്ചവെള്ളം? എന്നാ പറഞ്ഞു, ചെറിയ ചൂടുവെള്ളം. ഞാൻ അടുക്കളയിൽ ചെന്ന് ചൂടുവെള്ളം, എപ്പോഴും വീട്ടിൽ ചൂടുവെള്ളം ഉണ്ട്, ആ ചൂടുവെള്ളം ഒരു ഗ്ലാസ് എടുത്തുകൊണ്ടൊന്ന് കുടിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്നെ ഒന്ന് പിടിക്കുക, എന്നെ ഒന്ന് കിടത്താൻ പറഞ്ഞു. ഞാൻ അച്ഛനെ പിടിച്ച് കിടത്താൻ പറ്റിയില്ല. ഏതായാലും കസേരയിൽ ഇരിക്കുന്ന ആ കസേരയിൽ തന്നെ ഇങ്ങനെ അങ്ങ് കിടത്തിയപ്പം മൂത്ത ചേട്ടൻ ചോദിച്ചു, എന്നാ പറ്റിയെന്ന് ചോദിച്ചു. എന്തോ ഒരു വല്ലാഴിക പോലെ എന്ന് പറഞ്ഞു. പെട്ടെന്ന് വണ്ടി വിളിച്ചു. അവിടുന്ന് വണ്ടി കയറ്റി ഞങ്ങൾ ആശുപത്രിയുടെ പടിക്ക് ചെന്നു. അതായത് 2012 ഞങ്ങൾ നാട്ടിൽ പോയി. സെപ്റ്റംബർ 19 ഞങ്ങൾ 20 ഞങ്ങൾ വീട്ടിലെത്തി. വീട്ടിൽ ചെന്ന് പിറ്റേ ദിവസം 21 രാവിലെ ആഹാരമൊക്കെ കഴിഞ്ഞിരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഒരു വല്ലായിക പോലെ വന്നു.
പെട്ടെന്ന് അവിടുന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കി. ആശുപത്രി കൊണ്ടുപോയി. വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ട് അച്ചാച്ചന് നിൽക്കാൻ പറ്റുന്നില്ല, കാല് രണ്ടും തളർന്നു പോകുന്ന പോലെ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവര് വണ്ടിയിൽ നിന്ന് ഇറക്കി സ്ട്രെച്ചർ കൊണ്ടുവന്ന് സ്ട്രെച്ചറിൽ കയറ്റി കിടത്തി നേരെ കിടന്ന പുള്ളി അടുത്ത വശം ചരിഞ്ഞ് നമ്മൾ വീട്ടിൽ നിന്ന് കുടിച്ച വെള്ളം ഛർദിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഉള്ളി കയറ്റിയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് വീട്ടിൽ നിന്നെന്തോ വിഷം കഴിച്ചിട്ട് വന്നതാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന്. ഞങ്ങൾ പറഞ്ഞു, വിഷമൊന്നും കഴിച്ചിട്ടില്ല, ഞങ്ങൾ സുവിശേഷ വേലക്കാരാ, ഞങ്ങൾക്ക് വിഷം കഴിക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു. അന്നേരം ഡോക്ടർ പറഞ്ഞു, ഞാൻ ടെസ്റ്റ് ചെയ്യട്ടെന്ന് പറഞ്ഞു. ടെസ്റ്റ് ചെയ്തേച്ച് പറഞ്ഞ് അറ്റാക്ക് വന്നതാന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞ് ഡോക്ടർ പറഞ്ഞു, അറ്റാക്ക് ആയതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ലെന്ന് പറഞ്ഞു. അന്നത്തെ രാത്രി അങ്ങനെ കഴിച്ചു കൂട്ടി. പിറ്റേ ദിവസം അച്ചാച്ചൻ എഴുന്നേറ്റ് എന്നോട് പറഞ്ഞു, എനിക്കിനി സമയമില്ല, എൻ്റെ സമയം പൂർത്തിയായി, എന്നെ ദൈവം വിളിക്കുക, ഞാൻ പോവാന്ന് പറഞ്ഞു. നമ്മളെന്ന് അങ്ങനൊന്നും പറയരുതെന്ന് പറഞ്ഞു. അവിടുന്ന് ഡോക്ടറുടെ അടുത്ത് ഇങ്ങനെ നിന്ന്, ഡോക്ടറും അടുത്ത് നിൽപ്പുണ്ട്. ഡോക്ടർ ടെസ്റ്റ് ചെയ്ത് വെച്ച് പറഞ്ഞു, വലിയ കാര്യമായിട്ടൊന്നും കാണാനില്ല, പക്ഷെ ഒരു ചെറിയ അറ്റാക്ക് പോലെ വന്നിട്ടുണ്ട്, അതാന്ന് പറഞ്ഞു. അച്ചാച്ചന് അറ്റാക്കിന്റെ മൂലം ദൈവസന്നിധിയിൽ കടന്നുപോയി. അപ്പം കൂടെ നിന്ന് ഡോക്ടറുടെ കൂടെ അസിസ്റ്റന്റ് ചെയ്ത ഒരു വ്യക്തി പറഞ്ഞു, അല്ല ഇത് അറ്റാക്ക് അല്ല, ഇതെന്തോ വിഷാംശം കഴിച്ചതാണ്, നമുക്കിത് പോസ്റ്റ്മോർട്ടം ചെയ്യാതെ പറ്റുകയില്ലെന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ മൂത്ത മോനും രണ്ടാമത്തെ മോനും ഞങ്ങളുടെ കൂടെയുണ്ട് ആശുപത്രിയിൽ പോയ സമയത്ത്. അപ്പൊ എൻ്റെ മൂത്ത മോൻ പറഞ്ഞു, എൻ്റെ പപ്പയുടെ മേത്ത് കത്തി വെക്കാനൊക്കത്തില്ലെന്ന് പറഞ്ഞു. എൻ്റെ പപ്പ വിഷം കഴിച്ചതല്ല, എൻ്റെ പപ്പയ്ക്ക് വേറെ എന്തോ ആപത്ത് വന്നതാണ്, അതുകൊണ്ട് കത്തി വെക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ലെന്ന് പറഞ്ഞു. അവിടെ അങ്ങനെ വലിയൊരു പ്രശ്നമായി തീർന്നു ആ ഹോസ്പിറ്റലില്. ലാസ്റ്റ് അച്ചാച്ചന്റെ അപ്പച്ചന്റെ ചേട്ടന്റെ മോൻ ഒരു പോലീസ് ഉണ്ടായിരുന്നു. പുള്ളിക്ക് പെട്ടെന്ന് ഫോൺ ചെയ്തു. ആ സമയത്ത് ഫോണുണ്ടല്ലോ, ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തി ചോദിച്ചു, എന്നാ പറ്റിയെന്ന് ചോദിച്ചു. ഇന്ന പോലെയാണ് സംഭവം. അന്നേരം മൂത്ത ചേട്ടനും ഉണ്ട് കൂടെ. ചേട്ടൻ പറഞ്ഞു, ഇന്ന പോലെയാണ് സംഭവിച്ചത്, ഇവിടെ കൊണ്ടുവന്നപ്പോ അവര് വിഷം കുഴിച്ചതാ, പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമാന്ന് പറഞ്ഞു. അന്നേരം ആ പോലീസുകാരൻ പറഞ്ഞു, ആ ചേട്ടൻ പറഞ്ഞു, എൻ്റെ അനിയൻ വിഷം കുടിക്കാൻ ഒരു കാര്യവും ഇല്ല, കാരണം അവൻ ബീഹാറിലെ സുവിശേഷ വേലയിലാണ്. അവൻ ഇന്നലെയോ മിനിഞ്ഞാന്നോ വീട്ടിൽ വന്ന് കാണും, എന്തേലും അസുഖം വന്നു അല്ലെങ്കിൽ എന്തേലും പെട്ടെന്നൊരു സംഭവം വന്നതായിരിക്കും. അപ്പം മറ്റേ ടെസ്റ്റ് ചെയ്ത ഡോക്ടർ പറഞ്ഞു, വേറെ ഒന്നുമില്ല, ഒരു അറ്റാക്ക് വന്നതാണെന്ന് പറഞ്ഞു. ശരി, എന്നാ പിന്നെ അങ്ങനെയാണെങ്കിൽ വേറെ ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞ അച്ചാച്ചനെ അവിടെ തന്നെ മോർച്ചറിയിൽ വെച്ചിട്ട് ഞങ്ങൾ വന്നു. കാരണം കുടുംബക്കാരെയൊക്കെ അറിയിക്കണമല്ലോ. എൻ്റെ വീട്ടുകാർ പാലക്കാട്, അച്ചാച്ചൻ്റെ ബന്ധുക്കള്, അമ്മയുടെ ആൾക്കാരൊക്കെ അറിയിക്കണം, എല്ലാം അങ്ങനെ ഉണ്ട്. അച്ചാച്ചനെ അന്നത്തെ ദിവസം മോർച്ചറിയിൽ വെച്ചേച്ച് വന്നു. ആ സമയത്ത് നല്ല മഴയുടെ സമയം. അന്ന് പകല് മുഴുവൻ മഴ, പിറ്റേ ദിവസം രാത്രി മുഴുവനും മഴ. ഞായറാഴ്ചയാണ് അടക്കം. അപ്പോൾ രാത്രിയിൽ എൻ്റെ മൂത്ത ചേട്ടൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞെ, ഈ രീതിയിൽ മഴയാണെങ്കിൽ കുഴി പോലും എടുക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അടക്കം നാളെയല്ലേ, നാളത്തെ ദിവസം ദൈവം നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ രാത്രി മുഴുവൻ മുഴങ്കാടിലിരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവെ, നാളത്തെ ദിവസം മഴയെന്ന് പറയുന്നത് പെയ്യരുത്. മറ്റുള്ളവരുടെ മുമ്പില്, ഞങ്ങളും സുവിശേഷ വേലക്കാരാണ്, ഞങ്ങളെ നിന്ദിക്കാൻ ഇടയാകരുത്, നിന്റെ ദാസന് നിന്നയോടുകൂടെ അടക്കപ്പെടുവാൻ ഇടയാകരുത്, മഴ പെയ്യരുത്, ഇവിടെ ആ മഴയുടെ ഒരു പ്രശ്നമേ ഉണ്ടാകരുത് എന്ന് പറഞ്ഞ് രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഇടയ്ക്ക് 1-2 പ്രാവശ്യം മൂത്ത ചേട്ടൻ എഴുന്നേറ്റ് വെച്ച്, കുഞ്ഞെ, നിനക്ക് ഉറക്കമൊന്നുമില്ല, നിനക്ക് ഉറങ്ങണ്ടേ? ഞാൻ പറഞ്ഞു, ഞാൻ എങ്ങനെ ഉറങ്ങാനാ, എനിക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുമോ? നാളത്തെ ദിവസം ഡെഡ് ബോഡി കൊണ്ടുവരും, മഴ പെയ്യരുത്, ആ ഒരു പ്രാർത്ഥനയാണ് എൻ്റെ എന്ന് പറഞ്ഞു. മഴ പെയ്യേണ്ടത് പെയ്യും, നോക്കേണ്ടത് പോലെ നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നാളത്തെ ദിവസം മഴ പെയ്യല, വരുന്നവർക്കൊക്കെ കൊട പിടിച്ച് നിൽക്കേണ്ടി വരും, അതുപോലെ വെയിൽ ദൈവം തരുമെന്ന് പറഞ്ഞു. കർത്താവിന് സ്തോത്രം. അതുപോലെ തന്നെ സംഭവിച്ചു. അന്നത്തെ ദിവസം മഴയെന്ന് പറയുന്നതില്ലായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് മുകളിലേക്ക് അവരുടെ CSI പള്ളിയുടെ ശവപ്പറമ്പിലാണ് അടക്കിയത്. ആ പള്ളിമുറ്റത്ത് കയറി പോന്നിട്ട് എനിക്ക് അവിടെ ചെന്നിട്ട് അവിടെ നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു, ചൂട് കാരണം. വെയിൽ കാരണം എനിക്ക് നിൽക്കാൻ പറ്റാഞ്ഞിട്ട് എൻ്റെ മക്കള് കൊടയെടുത്തുകൊണ്ട് എന്നെ ചൂടിച്ചാണ് നിർത്തിയത്. ആ പ്രാർത്ഥന ദൈവം എൻ്റെ അവിടെ കേട്ടു. മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജിക്കാൻ ഇടയാകാതെ കർത്താവ് സകല കാര്യങ്ങൾ നടത്തി. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു, ആൾക്കാരെല്ലാം തിരിച്ചുപോയി. രാത്രി 8 മണിയായപ്പോൾ മഴ തുടങ്ങി. ആ മഴ 3 ദിവസം തൊള്ളി തോരാത്ത മഴയായിരുന്നു. അന്നത്തെ ദിവസം, ആ ഞായറാഴ്ച ദിവസം
ആ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 8 മണി വരെയും മഴയേ ഇല്ലായിരുന്നു. പകല് മുഴുവൻ തീ പൊള്ളുന്ന പോലുള്ള വെയില്. അത് വേണ്ട എന്റെ മൂത്ത ചേട്ടൻ പറഞ്ഞു, ചാത്തന്റെ ചേട്ടൻ പറഞ്ഞു, കുഞ്ഞ് നിന്റെ പ്രാർത്ഥനയിൽ ബലമുണ്ട് മോളെ. ആ പ്രാർത്ഥന കർത്താവ് കേട്ടു. രാത്രി മുഴുവൻ നീ ഇരുന്ന് കരഞ്ഞതിന്റെ ഫലം ദൈവം നിനക്ക് തന്നു. എന്റെ കൂടെപ്പറപ്പിനെ നല്ല സുഖസുന്ദരമായിട്ട് അവന്റെ കാര്യങ്ങൾ ചെയ്തു വിടുവാൻ ദൈവം സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം. അവിടുന്ന് ഞാൻ പോരുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു, ഇനി നീ എന്തിനാ അവിടെ തനിയെ തിരിച്ചു പോകുന്നത്, ഈ കുഞ്ഞുങ്ങളുമായിട്ട് ഇവിടെ നിന്നുകൂടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ നിന്നാലും ഒരു കാര്യം നടക്കത്തില്ല. എന്റെ വിളിയും എന്റെ തിരഞ്ഞെടുപ്പും ബീഹാറിനുള്ളതാണ്. എന്റെ അച്ചാച്ചൻ പോയെങ്കിൽ ആ ബാക്കിയുള്ള വേല ഞാനും എന്റെ കുഞ്ഞുങ്ങളും കൂടെ ചെയ്ത് തീർക്കുമെന്നുള്ള ഒരേ ഒരു ആഗ്രഹത്തോടു കൂടെ വീട്ടുകാരെയും വിട്ട് എല്ലാവരെയും വിട്ട് ഞങ്ങൾ തിരിച്ച് വീണ്ടും ബീഹാറിന്റെ പ്രദേശത്ത് വന്നു. കാരണം എന്റെ കുഞ്ഞുങ്ങൾ ജനിച്ചതും വളർന്നതും പഠിച്ചതും എല്ലാം ഇവിടെയാണ്. അവർക്ക് കേരളത്തിലെ ഒന്നും അറിയത്തില്ല. പിന്നെ അവിടെ നിന്നിട്ടും പ്രയോജനമില്ല. ഞങ്ങൾ കുടുംബമായിട്ട് തിരിച്ചിവിടെ വന്നു. വീണ്ടും ഞങ്ങൾ ദൈവവേലയിൽ മുൻപോട്ട് പോയി. എൻ്റെ കുഞ്ഞുങ്ങൾ മോളുടെ പഠിത്തം, അവള് BCom വരെ പഠിച്ചു, അവളുടെ പഠിത്തം പൂർത്തിയായി. അവളൊരു ചെറിയ സ്കൂളിൽ ജോലിക്ക് കയറി. അപ്പം ഞങ്ങളിപ്പം ഞങ്ങളുടെ ബാക്ക് സപ്പോർട്ടുകളെല്ലാം തീർന്നു. ഞങ്ങൾക്കൊന്നുമില്ല സപ്പോർട്ട്. മോൾക്കൊരു ചെറിയ ജോലിയുണ്ട്. ആ ജോലിയിൽ നിന്ന് പൈസ കൊടുത്ത് കൂടെ പഠിപ്പങ്ങളെ പഠിപ്പിക്കണം. പിന്നെ ഞാൻ ഈ തയ്ച്ച് കിട്ടുന്ന പൈസയും ഗ്രാമങ്ങളിലൊക്കെ പോയി വരുമ്പോൾ അവർ തരുന്ന സഹായങ്ങൾ കൊണ്ടൊക്കെ ഞങ്ങളിങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ 2014 എനിക്ക് ഷുഗർ കൂടിയിട്ട് എൻ്റെ ഈ വലത്തെ കാല് മൊത്തം പഴുത്തു. ഡോക്ടറെ അടുത്ത് ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു, ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാല് മുറിച്ച് കളയുകയുള്ളെന്ന് പറഞ്ഞു. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവ് എൻ്റെ ഈ കാലും കൂടെ ഇല്ലാതായാൽ എൻ്റെ കുഞ്ഞുങ്ങളെ ആര് വളർത്തും, എൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെ സംരക്ഷിക്കും എന്നുള്ള ആ ഒരു വിഷയം മനസ്സ് വെച്ചുകൊണ്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, പോയൊന്ന് എക്സ്റേ എടുത്തിട്ട് വാ, കാലിൻ്റെ എല്ലിന് വല്ല കുഴപ്പമുണ്ടോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു. എല്ലിന് കുഴപ്പമുണ്ടെങ്കിൽ കാല് മുറിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം. കർത്താവ് പ്രാർത്ഥന കേട്ട് എക്സ്റേ എടുത്ത് കൊണ്ടുവന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ ആ മോൾ ഭാഗത്തുള്ള ആ പഴുപ്പ് മാത്രമേ ഉള്ളൂ. കാലിന്റെ അസ്ഥിക്കൊന്നും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. അവിടുന്ന് 6 മാസം ചികിത്സ ചെയ്യണമെന്ന് പറഞ്ഞു. ആശുപത്രിയിൽ 1000 രൂപ ഡെയിലി ബെഡിന്, 300 രൂപ ഡ്രസ്സിങ് ചാർജ്. എവിടുന്ന് കൊടുക്കും, എങ്ങനെ കൊടുക്കും? ഒരു 10 പൈസ വരുമാനമില്ല. മോള് പഠിപ്പിക്കുന്ന പൈസ കൊടുത്ത് വേണം കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുമെന്നുള്ള ആ ചിന്തയിൽ ഇങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോ മൂത്ത മോന് ഒരു ചർച്ചില് ക്രൂസൈഡിന്റെ വർക്കിനായിട്ട് അവനെ വിളിച്ചു. അവന് ബൈബിൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു. അപ്പൊ അവനെ ക്രൂസൈഡിന്റെ വർക്കിന് വിളിച്ചു. അവൻ അങ്ങനെ ക്രൂസൈഡിന് പോകാൻ തുടങ്ങി. അവിടുന്ന് ഈ ആശുപത്രിയിൽ ഒരു മലയാളി നേഴ്സ് ഉണ്ടായിരുന്നു. ആ പെൺകുഞ്ഞിനോട് പറഞ്ഞു, ആന്റി ഒരു കാര്യം ചെയ്യും, ഇന്ന് ഡോക്ടറെ കാണിച്ചിട്ട് മരുന്ന് വെച്ച് കെട്ടിക്കും, നാളെ മുതൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. മോളെ ഇവിടെ കിടക്കാം, ബെഡിന് 1000 രൂപ കൊടുക്കണ്ടേ, ഞാൻ എന്ത് ചെയ്യും, ഡെയിലി പോയി വരാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ എന്നോട് പറഞ്ഞു, ആന്റി ഒന്നുകൊണ്ട് ഭാരപ്പെടണ്ട, എൻ്റെ ഒരു ചേച്ചിയല്ലേ, ആന്റിയെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അവൾ അവിടുന്ന് എന്നെ 6 മാസം അവളുടെ വീട്ടിൽ കിടത്തി ചികിത്സിച്ചു. അതായത് ഡോക്ടർ പോയി കഴിയുമ്പം എന്നെ വന്ന് കൊണ്ടുപോയി. ഡോക്ടർ 3:30 ആകുമ്പോൾ പോകും. അവള് 3:30 കഴിഞ്ഞ് വന്ന് ആഹാരം എല്ലാം കഴിച്ച് 5 മണിയാകുമ്പോൾ എന്നെ കൊണ്ടുപോയി ഡ്രസ്സിങ് ചെയ്ത് വൈകിട്ട് ഡോക്ടർ 7 മണിയാകുമ്പോഴത്തേന് വരും. അതിനു മുമ്പ് അവൾ എന്നെ കൊണ്ടുവന്ന് വീട്ടിലാക്കിയിട്ട് അവള് പിന്നെ ഡ്യൂട്ടിക്ക് പോകും. അങ്ങനെ ബെഡ് ചാർജും കൊടുക്കാതെ ഡ്രസ്സിങ്ങും ചാർജ് കൊടുക്കാതെ പക്ഷെ 6 മാസം ആ കുഞ്ഞെന്നെ നോക്കി സംരക്ഷിച്ചു. 6-ാമത്തെ മാസത്തില് ഞാൻ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, കാലിന് വലിയ കുഴപ്പമൊന്നുമില്ല, കുതികാല് നികന്നു വരണമെങ്കിൽ തൊടയിൽ നിന്ന് തൊലി എടുത്ത് വെക്കേണ്ടി വരുമെന്ന്. ഞാൻ പറഞ്ഞു, വേണ്ട ഡോക്ടറെ, അതൊന്നും ചെയ്യണ്ട, അല്ലാതെ അത് ശരിയായിക്കോളും എന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ എന്നോട് ചോദിക്കുക, നിങ്ങൾക്ക് എന്താ ഇത്ര ധൈര്യം, നിങ്ങൾക്ക് എവിടുന്ന് ഇത്ര ധൈര്യം? ഞാൻ പറഞ്ഞു, ഞാൻ വിളിക്കുന്ന ദൈവം, ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഡോക്ടർ പറഞ്ഞ് കാല് മുറിച്ച് കളയണമെന്ന്. പക്ഷെ ദൈവം എൻ്റെ കാല് മുറിക്കാൻ അനുവദിച്ചില്ല. 6 മാസത്തെ ചികിത്സ ചെയ്തു, കാല് ശരിയായി. ബാക്കിയുള്ളതും അതും ശരിയായിക്കോളും, എൻ്റെ കാലിനൊന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഡ്രസ്സിങ് മാത്രം മതി ഡോക്ടറെ എന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം, പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണെങ്കിൽ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, ഡോക്ടർക്ക് എന്താ കുഴപ്പം? അന്നേരം ഡോക്ടർ പറഞ്ഞു, ഞാനും ഒരു ഡയബറ്റീസ് രോഗിയാ, പക്ഷെ അതിലെനിക്ക് വിഷമമില്ല,
എൻ്റെ നടുവിന് വേദനയുണ്ട്, എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല ഒത്തിരി നേരം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഞാൻ പ്രാർത്ഥിച്ചാല് ഡോക്ടർക്ക് സൗഖ്യം കിട്ടുമെന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. 3 ദിവസം ഡോക്ടർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 3-ാമത്തെ ദിവസം ഡ്രസ്സിങ്ങിന് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഹിന്ദിയിൽ ചോദിച്ചു, ആപ്പ് മേരെ ലിയെ പ്രാർത്ഥന കിയാ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ പ്രാർത്ഥിച്ചു ഡോക്ടറെ എന്ന് പറഞ്ഞു. ഇപ്പൊ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. എൻ്റെ നടുവേദന എതിലെ പോയെന്ന് എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പം ഡോക്ടർ പറഞ്ഞു, എനിക്കൊരു ബൈബിള് തരാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഞാൻ ഇവിടെ ആയതുകൊണ്ട് ബൈബിൾ എൻ്റെ കയ്യിലില്ല. അപ്പൊ ഞാൻ ചോദിച്ച, ഡോക്ടറെ ഹിന്ദി ബൈബിള് വേണോ അതോ ഇംഗ്ലീഷ് ബൈബിള് വേണോ എന്ന് ചോദിച്ചു. അന്നേരം പുള്ളി പറഞ്ഞു, എനിക്ക് ഇംഗ്ലീഷ് മതിയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെ ഈ ഇളയ മോനെ വിളിച്ചു പറഞ്ഞു, മോനെ, മമ്മിയുടെ ഇംഗ്ലീഷ് ബൈബിൾ അവിടെ ഇരിപ്പില്ലേ, ആ ബൈബിൾ എടുത്തുകൊണ്ട് വരണം മമ്മിയെ കാണാൻ വരുമ്പോഴെന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ എന്നോട് ഒരാഴ്ച കൂടെ കഴിഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്ത് പോകാമെന്ന് പറഞ്ഞു. അപ്പൊ ഇവര് ഇളയ മോനെ വിളിച്ചു പറഞ്ഞപ്പോ അവൻ പറഞ്ഞു, ഞാൻ വരാം മമ്മി എന്ന് പറഞ്ഞു. മൂത്ത മോന് വരാൻ സമയമില്ല, അവൻ ക്രൂസൈഡില. അപ്പൊ ഇവനും 2-ാമത്തെ മോനും കൂടെ കൂടി വന്നപ്പോ അവര് ബൈബിള് കൊണ്ടുവന്നു. ആ ബൈബിള് ഞാൻ ഡോക്ടർക്ക് കൊടുത്തു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോകുമായിരുന്നു ഡോക്ടറെ കാണാനായിട്ട്. ചെന്നപ്പം എപ്പോ ചെന്നാലും ഞങ്ങൾ തമ്മിൽ വേറെ ഡിസ്കസ് ഒന്നുമില്ല, വചനത്തിൽ കൂടെ ഉള്ള ഡിസ്കസ്സാ. പുള്ളി ഒന്ന് പറയും, ഞാനൊന്ന് പറയും. അപ്പം പുള്ളി പറയും, അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അവിടെ സൗഖ്യം കൊടുത്തു, ഇവിടെ സൗഖ്യം കൊടുത്തു, അവിടെ 12 വർഷം രക്തസ്രാവമായ രോഗിയെ സൗഖ്യമാക്കി, ഇവിടെ കണ്ണില്ലാത്തവർക്ക് കണ്ണു കൊടുത്തു, കാലില്ലാത്തവർക്ക് കാല് കൊടുത്തു, സംസാരിക്കാൻ പറ്റാത്തവർക്ക് ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഞങ്ങളുടെ ദൈവം ചെയ്യുന്ന ദൈവം. പക്ഷെ നിങ്ങളുടെ ദൈവം ഒരു മൂർത്തിയെ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ണുണ്ട്, കാണത്തില്ല; ചെവിയുണ്ട്, കേൾക്കത്തില്ല; വായുണ്ട്, സംസാരിക്കത്തില്ല; കൈയുണ്ട്, നിങ്ങളെ തൊടത്തില്ല; കാലുണ്ട്, നടക്കത്തില്ല. അതിനെ പൂജിച്ചിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ജീവിക്കുന്ന ദൈവം ഒന്നേ ഉള്ളൂ, അതാ യേശു ക്രിസ്തു. ഡോക്ടർ മരിക്കുന്നതിന് മുമ്പേ ദൈവത്തെ രക്ഷിതാവായി സ്വീകരിച്ചു. പുള്ളി സ്നാനപ്പെടാൻ പറ്റിയില്ല. അതിനു മുമ്പ് എന്തോ ഹാർട്ടിന്റെ എന്തോ പ്രോബ്ലം വന്ന് പുള്ളി മരിച്ചുപോയി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പല രീതിയിലും ദൈവം ഞങ്ങളെ കൊണ്ട് നടക്കുകയായിരുന്നു. അങ്ങനെ 2014 എൻ്റെ കാല് ശരിയായി. അവിടുന്ന് മൂത്ത മോൻ്റെ മോളാ മൂത്തത്. പക്ഷെ എനിക്ക് വയ്യാത്ത സ്ഥിതി ആയതുകൊണ്ട് അവൾക്ക് കല്യാണം വന്നപ്പോൾ പറഞ്ഞു, ആദ്യം മമ്മി അവന്റെ കല്യാണം നടത്ത്, ഞാൻ പോയി കഴിഞ്ഞാൽ മമ്മിയെ നോക്കാൻ ആരുമില്ല, അതുകൊണ്ട് അവൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ അവന്റെ ഭാര്യയാവും, വീട്ടിൽ അമ്മയെ നോക്കാൻ ആളുണ്ടല്ലോ, അതുകൊണ്ട് ആദ്യം അവന്റെ കല്യാണം നടത്താൻ പറഞ്ഞു. അങ്ങനെ 2014 അവന്റെ കല്യാണം നടത്തി. 7 വർഷം വരെ അവന് കുഞ്ഞുങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ വളരെയേറെ കണ്ണുനീരോട് ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവന്റെ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട്. ഏതായാലും അങ്ങനെ നിന്നു. കാര്യങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടേയിരുന്നു. വേലകൾക്കൊന്നും തടസ്സമില്ല. ആവുന്നിടത്തോളം ഒക്കെ എല്ലായിടത്തും പോവുകയും ഓരോ വീടുകളിൽ പോവുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പിന്നെ 2015 മോക്കൊരു കല്യാണാലോചന വന്നു. അത് ഇത്ര ദൂരമായതുകൊണ്ട് എനിക്കത് നടത്താനുള്ള ഒരു മനസ്സില്ലായിരുന്നു. പിന്നെ എന്തോ എങ്ങനെയോ എന്ന് വിചാരിച്ചു. അതേക്കുറിച്ച് അവരുമായിട്ട് ആലോചിച്ച് സംസാരിച്ചു. അവരുടെ വീടൊക്കെ പോയി കാണാൻ പോയി, എല്ലാം കണ്ടു കേട്ട് വന്നു. തിരിച്ചു വരുമ്പോൾ എൻ്റെ കയ്യിൽ, ഞാൻ വീട്ടിൽ വരുമ്പോൾ, അതായത് ഞാൻ സെപ്റ്റംബറിൽ പോയി, ഒക്ടോബർ, നവംബർ, സെപ്റ്റംബറിൽ പോയി അവരുടെ വീട്ടില് അവരെ കണ്ടു കേട്ട് വന്ന് അവർ ഡിസംബറിൽ കല്യാണം നടത്തണമെന്ന് പറഞ്ഞ് ഇടയ്ക്ക് കിട്ടിയേക്കുന്ന ഒക്ടോബർ, നവംബർ 2 മാസത്തെ സമയമേ ഉള്ളൂ. എൻ്റെ കയ്യിലുള്ളത് 50 രൂപയാണ്. കല്യാണം നടത്തണം, എന്ത് ചെയ്യും? ആരോട് ചോദിക്കാൻ? എനിക്കൊരു പരിചയമില്ല. ഈ പ്രാർത്ഥനയിൽ കൂടെ മുൻപോട്ട് പോകുകയല്ലാതെ വേറൊരു നിവർത്തിയില്ല. ഞാനും മോളും കൂടെ 21 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. കർത്താവെ, കല്യാണം നടക്കണം. എൻ്റെ കയ്യിൽ 10 പൈസ ഇല്ല, ഇല്ലെന്ന് പറയില്ല. 50 രൂപ എൻ്റെ കയ്യിലുണ്ട്. ആ 50 രൂപയും കൊണ്ട് ഞാനും മോളും കൂടെ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. മോള് പകൽ ഉപവാസത്തോടുകൂടെ സ്കൂളിൽ പോകും, വൈകിട്ട് തിരിച്ചു വന്ന് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ 21-ാമത്തെ ദിവസം അവൾ അവധിയെടുത്ത് പ്രാർത്ഥിച്ച്, ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്രാർത്ഥിച്ച് പ്രാർത്ഥന നിർത്തി. ഞങ്ങൾ 5 മണി, വൈകുന്നേരം 5 മണിയായപ്പം പ്രാർത്ഥന നിർത്തി എഴുന്നേറ്റ് ഞാൻ പറഞ്ഞു, മോളെ ഒരു ഗ്ലാസ് ചായ ഇട്, കട്ടൻ ചായ ഇട്ടാൽ മതി, മധുരം ഇടണ്ട, വെറും കട്ടൻ ചായ ഇടാൻ പറഞ്ഞു. കട്ടൻ ചായ ഇട്ട് ഞങ്ങൾ രണ്ടുപേരും കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ വന്ന് വാതിലയിൽ മുട്ടി. ഞാൻ വാതിൽ തുറന്നു. ഞാൻ ഒരിക്കലും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ലാത്ത ഒരു വ്യക്തി എൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാന്ന് ചോദിച്ചു.
എവിടുന്നാ വരുന്നതെന്ന് ചോദിച്ചു. അതൊന്നും നിങ്ങൾ അറിയണ്ട, നിങ്ങളുടെ പേരാണോ സൂസൻ ജോർജ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആന്ന്. എന്താ കാര്യം എന്ന് ചോദിച്ചു. 3 ദിവസമായി ആരോ എന്നോട് വന്ന് പറയാ നിങ്ങളെ പോയി കാണണം, നിങ്ങളെ പോയി കാണണം, അതും വെറും കൈയോടെ പോകരുതെന്നാ പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു നിങ്ങളോട് ആരാ പറഞ്ഞ്? ആരാ പറഞ്ഞെന്നൊന്നും എനിക്കറിയത്തില്ല, എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. നിങ്ങളെ വീട് അന്വേഷിച്ച് 3 ദിവസമായി ഞാൻ കറങ്ങി നടത്തുക, കാണുന്നില്ല. പക്ഷെ ഇന്ന് ആ വഴിയിൽ വന്ന് പെട്ടു, അതുകൊണ്ട് ഇതാണോ വീടെന്ന് അറിയത്തില്ല, വന്ന് കയറി ചോദിക്കാനും കണ്ട് കയറിയതാന്ന് പറഞ്ഞു. ഏതായാലും നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നെന്ന് പറഞ്ഞു. ഞാൻ ആ പുള്ളിയെ വിളിച്ചിരുത്തി സംസാരിച്ചു. പുള്ളിക്കുള്ള ചായ ഒക്കെ ഇട്ട് കൊടുത്തു. കുടിച്ചു കഴിഞ്ഞു. ആ പുള്ളിക്ക് പോകാൻ നേരത്ത് ഒരു കവർ എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. തന്നേച്ച് പറഞ്ഞു, ഇതാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ കൊണ്ടുവന്ന്, ഇത് കൊണ്ടു കൊടുക്കാനാണ് എന്നെ പ്രേരിപ്പിച്ചതെന്ന് പറഞ്ഞു. ഞാനത് വാങ്ങിച്ച് കയ്യിൽ വെച്ച് അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ ആ കിട്ടിയ കവറിനും വേണ്ടി പ്രാർത്ഥിച്ചു. അവിടുന്ന് വെച്ച് പുള്ളി പോയി. അതിനുശേഷം ഞാൻ ആ പുള്ളിയെ അന്വേഷിച്ചോണ്ടേ ഇരുന്ന് കല്യാണത്തിന് വിളിക്കാൻ വേണ്ടിയിട്ട്. കണ്ടതേ ഇല്ല. ഇന്ന് വരെ ആ വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ആ ലിഫാഫ ഞാൻ തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് 10,001 രൂപയുണ്ടായിരുന്നു. ആ 10,001 രൂപ ഈ 50 രൂപ കൂട്ടി ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ മുൻപോട്ട് നീക്കാൻ തുടങ്ങി. അങ്ങനെ അവിടുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കല്യാണത്തിന് കുറി അടിക്കാൻ കൊടുത്തു. കുറിക്ക് പൈസ കൊടുക്കണം. ആ 10,000 രൂപയിൽ കുറിക്കുള്ള പൈസ എടുത്ത് കുറിക്കും കൊടുത്തു. ബാക്കി അത് കയ്യിൽ വെച്ചു. എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു. അപ്പോൾ അവള് പഠിപ്പിച്ച, ഞങ്ങള് നേരത്തെ ചപ്ര എന്ന് പറയുന്ന സ്ഥലത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സ്കൂളിൽ ഒരു സഹോദരി, അവളുടെ കൂടെ പഠിപ്പിച്ച ഒരു ടീച്ചർ, അവരുടെ കാര്യമെന്ന് ചോദിച്ചാൽ അവരൊരു ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ടത്. അവരുടെ ആ ടീച്ചറുടെ ആങ്ങളെ പഠിച്ചത് ബാംഗ്ലൂരായിരുന്നു. പഠിക്കാൻ നല്ല മിടുക്കനായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാർ ഇവന്റെ ഈ പഠിത്തം കണ്ടു കഴിഞ്ഞ് അവനെ ആ പഠിത്തത്തിൽ നിന്ന് പിന്മാറ്റാൻ വേണ്ടി അവനെ എന്തോ ആഹാരത്തിൽ കൊടുത്തു. മന്ദം ബുദ്ധിയായി ഒരു ഭ്രാന്തനെ പോലെയായി തിരിച്ചവൻ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ആരുമായിട്ട് മിണ്ടത്തുമില്ല, പറയത്തുമില്ല, ഒന്നുമില്ല. ഒരു കോണിൽ പോയി ചുമ്മാതിരിക്കും. ലാസ്റ്റ് ഇവർ ഒരുപാട് ചികിത്സ ചെയ്ത് നോക്കി, ഒന്നും ശരിയായില്ല. മന്ത്രവാദിയെ കാണിച്ചു നോക്കി, ശരിയായില്ല. ലാസ്റ്റ് ഇവളോട് പറഞ്ഞു, എൻ്റെ മോളോട് പറഞ്ഞു, എൻ്റെ മോളുടെ പേര് ഷീബ എന്ന, ഷീബ എൻ്റെ ഒരു സഹോദരൻ ഇന്ന പോലെ ഇങ്ങനെ വയ്യാതെ കിടക്കുക, മമ്മിയോടൊന്ന് പറ അവന് വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ. ഞാൻ പറഞ്ഞു മോളെ, അവള് വന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു മോളെ, ആളെ കാണാതെ പറയാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞു. എന്നാ അമ്മ നമുക്ക് ഒരു ദിവസം അവരുടെ വീട്ടിൽ പോകാന്ന് പറഞ്ഞു. ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന് ആ പയ്യനെ കണ്ടു. എനിക്ക് അന്നേരം എൻ്റെ ദൈവം എൻ്റെ മനസ്സിൽ പറഞ്ഞു, അവന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവിനോട് പറഞ്ഞു. ആ 3 ദിവസം ഞാൻ ആ സഹോദരന് വേണ്ടി, ആ പയ്യന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, ഉപവസിച്ച് പ്രാർത്ഥിച്ചു. എന്നോട് ഡോക്ടർ പറഞ്ഞു ഉപവാസം എടുക്കരുതെന്നാ പറഞ്ഞേക്കുന്നത്, കാരണം ഷുഗർ ഉള്ളത് കൊണ്ട് ഉപവാസം എടുക്കരുതെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. 3-ാമത്തെ ദിവസം പ്രാർത്ഥന നിർത്തിയിട്ട് അവരെ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു. അവര് വീട്ടിൽ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു. സ്വല്പം എണ്ണ പ്രാർത്ഥിച്ച് എൻ്റെ കയ്യിൽ തന്നെ എണ്ണയെടുത്ത് പ്രാർത്ഥിച്ച് ആ പയ്യന്റെ തലയിൽ വെച്ചു. ആ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോ അവൻ എന്നോട് ചോദിച്ചു, ആന്റി ആരാന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്നാ? എനിക്ക് വലിയൊരു വിടുതൽ കിട്ടിയത്, എനിക്കൊരു വിടുതൽ കിട്ടിയതുപോലെ തോന്നുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ നിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ഭാരങ്ങളൊക്കെ നീങ്ങിപ്പോയി, നീ ഇപ്പൊ സ്വസ്ഥനായി, ഇനി നിനക്ക് ഒരു പ്രയാസവും ഇല്ലെന്ന് പറഞ്ഞു. പഠിക്കുകയോ ജോലിക്ക് പോവുകയോ എന്ത് വേണേലും ചെയ്യാമെന്ന് പറഞ്ഞു. അവളുടെ അപ്പനും അമ്മയും അവളും വേറൊരു അനിയൻ പയ്യനും ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടിയാ വന്ന്. എല്ലാവരും ഇത് കണ്ട് അത്ഭുതപ്പെട്ടിട്ട് പറഞ്ഞു, എന്നോട് പറഞ്ഞു, മോടെ കല്യാണമല്ലേ, മോടെ കല്യാണത്തിന്റെ സകല ചെലവ് ഞങ്ങൾ തന്നേക്കാമെന്ന് പറഞ്ഞു. കർത്താവിന് സ്തോത്രം. ദൈവം വഴിയും വാതിലും തുറക്കുന്നത് ആരും അറിയത്തില്ല. ദൈവം അവിടെ വഴിയും വാതിലും തുറന്നു. അവൾക്ക് വേണ്ടതായ ഡ്രസ്സ് മുഴുവനും അവർ തന്നു. ഒരു പെട്ടിക്കകത്ത് അവൾക്ക് വേണ്ടതായ ഡ്രസ്സ്, സോപ്പ്, പൗഡറ്, കണ്ണാടി, ചീപ്പ് എന്ന് പറഞ്ഞതുപോലെയൊക്കെ തുണി നനയ്ക്കാനുള്ള വാഷിംഗ് പൗഡർ എല്ലാം കൂടെ കൂടി ഒരു പെട്ടി നിറച്ച് അവർ വീട്ടിൽ കൊണ്ടു തന്നു. അതുകൂടാതെ ഒരു ലിഫാഫ എൻ്റെ കയ്യിൽ തന്നു. അതിനകത്ത് 25,000 രൂപ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് പട്നയിൽ നിന്ന് കർണാടക വരെ പോയി കല്യാണം നടത്തി തിരിച്ചു വരണം. ചെറുക്കൻ വീട്ടുകാർ 50,000 രൂപ ചോദിച്ചിട്ടുണ്ട്. ആ 50,000 രൂപ കർത്താവ് എനിക്ക് ഒരുക്കി തന്നു. അതുകൊണ്ട് ഈ 25,000 കിട്ടിയത് കൊണ്ട്
അത്രയും വെച്ച് ഞങ്ങൾ ഇവിടുന്ന് കർണാടകയിൽ പോയി കല്യാണം നടത്തി കുഞ്ഞിനെ അവിടെ ആക്കിയിട്ട് ഡിസംബർ 14-ാം തീയതി അവരുടെ കല്യാണം നടത്തി അവിടെ നിന്ന് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. ജനുവരി 10-ാം തീയതി അവർക്ക് ഇവിടെ പട്നയിൽ റിസപ്ഷൻ വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് അവർ തിരിച്ചു വന്നു. റിസപ്ഷന്റെ സമയമായപ്പോഴത്തേന് എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, 5000 രൂപ മാത്രം കയ്യിലുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവ് റിസപ്ഷൻ നടത്തണം, ഒരു പൈസ എൻ്റെ കയ്യിലില്ല, കാര്യങ്ങളൊക്കെ നടത്തണമെന്ന് പ്രാർത്ഥിച്ചു. കുഞ്ഞിൻ്റെ എല്ലാ റിസപ്ഷനെല്ലാം വിളിച്ചവരെല്ലാം വന്നു, എല്ലാവരും സഹായിച്ചു. കടങ്ങളൊന്നുമില്ലാതെ എല്ലാ കാര്യങ്ങളും നടന്നു. പക്ഷേ ലാസ്റ്റ് എല്ലാ ചെലവും കഴിഞ്ഞ് അവരുടെ കൊടുക്കേണ്ടവർക്കെല്ലാം കൊടുത്തു കഴിഞ്ഞ് 10000 രൂപ കർത്താവിന്റെ കയ്യിൽ മീതി തന്നു. അങ്ങനെ എൻ്റെ കുഞ്ഞിന്റെ കല്യാണം അത്ഭുതകരമായിട്ട് ദൈവം നടത്തി. ഞാൻ നനയ്ക്കാത്തതിലും ചിന്തിക്കാത്തതിലും ഉപരിയായിട്ട് എൻ്റെ കർത്താവ് അവളുടെ കാര്യങ്ങൾ നടത്തി വിട്ടു. അവൾ ഇന്ന് കർണാടകയിൽ കുടുംബമായിട്ട് താമസിക്കുന്നു. അവൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, ഒരാണും ഒരു പെൺകുഞ്ഞ്. ആൺകുഞ്ഞ് മൂത്തതും പെൺകുഞ്ഞ് ഇളയത്. അവർ കുടുംബമായിട്ട് അവളിന്ന് അവിടെ ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നു. അവളെയും വിവാഹം കഴിച്ചയച്ചു. പിന്നെ ഈ 2 മക്കളും ഉണ്ടായിരുന്നു. മൂത്ത മോനും കല്യാണം കഴിഞ്ഞു, രണ്ടാമത്തെ മോനും കല്യാണം കഴിച്ചു. അങ്ങനെ അവരും കുടുംബമായിട്ട് ജീവിച്ചു. അങ്ങനെ ഇളയ മോനാണ് ആദ്യം കുഞ്ഞുണ്ടായത്. മൂത്തവന് 7 വർഷമായിട്ട് മക്കളില്ലാതിരുന്നു. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഇത്രയും വർഷമായാലും 7 വർഷമായല്ലോ കർത്താവേ, ഇനിയെങ്കിലും ഒരു കുഞ്ഞിനെ കൊടുത്ത് കാണാൻ എനിക്കൊരവസരം തന്നെ. ഈ 7ാമത്തെ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് ആ വാർത്ത എനിക്ക് കിട്ടണം എന്ന് ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. ആ 7 വർഷം തികയുന്നതിന്റെ 2 ദിവസം മുമ്പ് അവള് വന്ന് എന്നോട് പറഞ്ഞു, മമ്മി, ഞാൻ 3 മാസം പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവം പ്രാർത്ഥന കേട്ടു. ആ കുഞ്ഞിനെ പൂർണ്ണമായി വളർത്തുവാൻ അവന് സമയം കിട്ടിയില്ല. കുഞ്ഞ് ജനിച്ച് 2021 ജൂൺ 20-ാം തീയതിയാണ് ആ കുഞ്ഞ് ജനിക്കുന്നത്. ആ കുഞ്ഞ് ജനിച്ച് ഡിസംബർ 20, 6ാമത്തെ മാസം തികഞ്ഞ അന്ന് എൻ്റെ കുഞ്ഞുങ്ങളെ 2 ദിവസസന്നിധിയിൽ മാറ്റപ്പെട്ടു. അവര് ഹാഫ് ടൈം മിനിസ്ട്രിയും ഹാഫ് ടൈം സ്കൂൾ ജോലിയുമായിരുന്നു. ജോലിയും കഴിഞ്ഞ് ചർച്ചിലെ ക്രിസ്മസ് പ്രോഗ്രാമിനായിട്ട് വന്നതാണ്. ക്രിസ്മസ് പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴാണ് അവർക്ക് ഈ അപകടം സംഭവിക്കുന്നത്. ആദ്യം അവരുടെ സ്കൂട്ടർ പോയി ഒരു ബേക്കറിൽ ഇടിച്ച് 2 പേരും തെറിച്ചു വീണു. അവിടുന്ന് എഴുന്നേറ്റ് റോഡിൽ വന്ന് അവരുടെ സ്കൂളിലെ ഓണറിനെ ഫോൺ ചെയ്തു. ഓണറിന്റെ വണ്ടി വന്നു. അവരെ ആ വണ്ടിയിൽ കയറ്റിയിട്ട് അന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാം. സ്വല്പം തലയൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കാണിച്ചിട്ട് വീട്ടിൽ പോകാമെന്നും പറഞ്ഞ് ആ പുതിയ വണ്ടി എന്ന് പറഞ്ഞാൽ പോരാ, പുതിയ വണ്ടി, ആ വണ്ടിയിൽ കയറ്റി അവരെ അരമണിക്കൂർ മുന്നോട്ട് നീങ്ങിയപ്പോഴത്തേന് ആ വണ്ടിയുടെ ബ്രേക്ക് പോയി. ആ പുതിയ വണ്ടിയുടെ ബ്രേക്ക് പോയി. അവിടുന്ന് ആ ബ്രേക്ക് പോയപ്പോ അവിടെ നിർത്തി വെച്ച് പിന്നെ വേറെ വണ്ടി വിളിച്ചു. ആ വണ്ടിയിൽ വണ്ടിയുടെ ഓണറും ഓണറിന്റെ അളിയനും ഓടിച്ചു കൊണ്ടുവന്നു. ഈ കുഞ്ഞുങ്ങളെയും കയറ്റി ആസ്പത്രി എത്തുന്നതിന്റെ 10 മിനിറ്റ് ദൂരത്തില്, അതായത് ഒരു 50 അടി ദൂരത്തിൽ എത്തിയപ്പോഴത്തേന് അവിടുന്ന് ഒരു ട്രക്ക് വന്ന് വണ്ടിയിൽ കൂട്ടിയിടിച്ചു. വണ്ടിയിൽ കൂട്ടിയിടിച്ചപ്പോ വണ്ടിയുടെ ഓണർ അവര് പോയിക്കൊണ്ടിരുന്ന വണ്ടിയുടെ ഗേറ്റ് തുറന്ന് അയാൾ തെറിച്ച് താഴെ വീണു. വണ്ടിയുടെ ഓണർ വണ്ടിയിൽ തന്നെ അമുങ്ങി മൊത്തം. എൻ്റെ മക്കൾ 2 പുറകു സീറ്റിലായിരുന്നു. അവരുടെ തല പുറകോട്ട് ചെന്ന് കമ്പിയിൽ ഇടിച്ചത് കാരണം 2 പേരുടെയും തല പൊട്ടുവാനിടയായി. മൂത്ത മോന്റെ തല പൊട്ടി 2ആയിട്ട് പിളർന്നു പോയി. ഇളയ മോന്റെ തലയുടെ ഓട്ടി പുറകിൽ നിന്ന് മുന്നോട്ട് ഇറങ്ങി. അങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അപകടം സംഭവിച്ചു. അവർ 2 പേരും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ആ വർഷം തന്നെ 2021 ഡിസംബർ 4-ാം തീയതി ആയിരുന്നു എൻ്റെ ഈ ഇളയ മോന്റെ കല്യാണമെല്ലാം കൂടി സന്തോഷമായിട്ട് പോയി. ക്രിസ്മസിന്റെ അവധിക്ക് വരാം മമ്മി, നമുക്കെല്ലാവർക്കും കൂടെ കൂടി പ്രോഗ്രാമൊക്കെ നടത്താമെന്നും പറഞ്ഞ് പോയതാണ്. അങ്ങനെ 2021 ഡിസംബർ 20-ാം തീയതി 2 കുഞ്ഞുങ്ങളും ദൈവസന്നിധിയിൽ നിന്ന് മാറ്റപ്പെട്ടു. അതിനുശേഷം ശാരീരികമായി വളരെയേറെ ക്ഷീണങ്ങൾ അനുഭവിച്ചു. 2017 ഞാന് പല പ്രാവശ്യം രോഗിയായി. എൻ്റെ ശരീരത്ത് ബ്ലഡ് കുറഞ്ഞുകൊണ്ടേ പോയി. ഒരു ദിവസം ഇതുപോലെ എന്തോ പണി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തലകറങ്ങി ഞാൻ താഴെ വീണു. അവിടുന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ എടുത്ത്
ഡോക്ടറെ അടുത്ത് കൊണ്ടുവന്നപ്പം ഡോക്ടർ പറഞ്ഞു, ബ്ലഡ് എവിടുന്നേലും പെട്ടെന്ന് റെഡിയാക്കിക്കോ, 5 പോയിന്റ് ബ്ലഡേ ഉള്ളൂ, എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് അറിയത്തില്ല, അതുകൊണ്ട് പെട്ടെന്ന് ബ്ലഡിനുള്ള കാര്യം ക്രമീകരിക്കാൻ പറഞ്ഞു. 2017 ബ്ലഡ് കയറ്റി. 6 മാസം കഴിഞ്ഞ് പിന്നെ ആ ബ്ലഡ് കുറഞ്ഞു, പിന്നെയും ബ്ലഡ് കയറ്റി. അങ്ങനെ 2017, 18 ഈ 2 വർഷം 6 മാസം കൂടുമ്പം ബ്ലഡ് കയറ്റേണ്ടി വന്നു. ഞാൻ മോനോട് പറഞ്ഞു, മോനെ ഇനി ആരുടെയും ബ്ലഡ് കയറ്റണ്ട, മമ്മി ഇങ്ങനെ കിടക്കുന്നെങ്കിൽ കിടന്നോട്ടെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടമാണ്, ദൈവവേല ചെയ്യാൻ ദൈവം എന്നെ ഇടുകയാണെങ്കിൽ അങ്ങനെ കിടക്കട്ടെ, അല്ലെങ്കിൽ ദൈവം വിളിക്കുന്നെങ്കിൽ പൊക്കോട്ടെ, ഇനി ആരുടെയും ബ്ലഡ് കയറ്റണ്ട മക്കളെ എന്ന് പറഞ്ഞു ദൈവത്തോട് പ്രാർത്ഥിച്ചു. ലാസ്റ്റ് 2023 ഈ കുഞ്ഞുങ്ങൾ മരിച്ചതിന് ശേഷം ഇച്ചിരി ടെൻഷൻ ആയതുകൊണ്ട് ഷുഗർ കൂടി എൻ്റെ കിഡ്നിക്ക് പ്രോബ്ലം സംഭവിച്ചു. അങ്ങനെ എഴുന്നേക്കാൻ വയ്യാതായി, സംസാരിക്കാൻ വയ്യാതായി. ഡോക്ടറെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡയാലിസിസ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവെ അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് വരുത്തരുതേ, അതെനിക്ക് താങ്ങാൻ പറ്റുകയല്ലെന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തോട് അവിടെ ആ ഡോക്ടറുടെ മുമ്പിലിരുന്ന് ഞാനിങ്ങനെ കൈകൂപ്പി ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്യാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുക ഡോക്ടറെ, എനിക്ക് അങ്ങനെ ഒരു ഇത് ചെയ്യേണ്ടി വരരുത്, അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് അവിടുന്ന് പ്രാർത്ഥന കേട്ടു. അവിടുന്ന് ഡോക്ടർ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഞാനൊരു 15 ദിവസത്തെ മരുന്ന് തരാം, ആ 15 ദിവസത്തെ മരുന്ന് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ വാ നോക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞു. ആ 15 ദിവസത്തെ മരുന്നും കൊണ്ട് വീട്ടിൽ വന്ന് പാസ്റ്ററെ വെള്ളം കുടിക്കാൻ പറ്റത്തില്ല, ആഹാരം കഴിക്കാൻ പറ്റത്തില്ല, വെള്ളം കുടിച്ചാൽ ഛർദ്ദിക്കും, അതുകൊണ്ട് ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല, നല്ല ചൂടിന്റെ സമയം. അവിടുന്ന് ലാസ്റ്റ് ഏപ്രിൽ മാസത്തിന്റെ സമയം, ഇവിടുത്തെ നല്ല ചൂട്. ആ 15 ദിവസത്തെ മരുന്ന് കഴിഞ്ഞ് 16-ാം പക്കം എന്നെ കൊണ്ട് മോൻ അവിടെ ചെന്നു. വീണ്ടും ഡോക്ടർ ടെസ്റ്റ് ചെയ്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ചെയ്യിച്ച് വൈകിട്ട് റിപ്പോർട്ട് കിട്ടി. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഡയാലിസിസിന്റെ ആവശ്യമില്ല, ഈ മരുന്നിൽ കൂടെ തന്നെ മമ്മി മുന്നോട്ട് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. ആ മരുന്നിന്റെ എഫക്റ്റ് കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് സംസാരിക്കാൻ പറ്റാതായി, എൻ്റെ നാക്ക് പൊങ്ങുകയില്ല, അങ്ങനെ ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചോദിച്ചാൽ പറയാൻ പറ്റത്തില്ല, കൈകൊണ്ട് ആംഗ്യം കാണിക്കുമായിരുന്നു. അങ്ങനെ ഒരു 3 മാസത്തോളം ആ കണ്ടീഷനിൽ കിടന്ന് ഞാൻ എഴുന്നേക്കാൻ പറ്റത്തില്ല, തന്നെ എഴുന്നേക്കാൻ വയ്യ, ബാത്റൂമിൽ പോകാൻ പറ്റത്തില്ല, അതിന് ആരെങ്കിലും സഹായം ഉണ്ടെങ്കിലേ പോകത്തുള്ളായിരുന്നു. അങ്ങനെയുള്ള ഒരു മരണാവസ്ഥയിൽ നിന്ന് കർത്താവിനെ വിടുവിച്ച വന്ന് കാണുന്നവരെല്ലാവരും പാസ്റ്റർമാരും ആത്മവിശ്വാസികളും ഒക്കെ വരും, അവരൊക്കെ പ്രാർത്ഥിക്കും. പോകുന്ന സമയത്ത് പറയും, മോനെ അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ച മമ്മിയുടെ നില ശരിയല്ല, എപ്പോ പോകുമെന്ന് അറിയത്തില്ല. അപ്പോഴും എൻ്റെ മനസ്സിലൊരു ധൈര്യമുണ്ട്, പക്ഷേ എനിക്കൊന്നും വരത്തില്ല, ദൈവം എന്നെ സുഖപ്പെടുത്തും, ഇനിയും ഞാൻ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അനേകരുടെ അടുത്ത് പോകുവാൻ വേണ്ടി ദൈവം എന്നെ ഇനിയും നിലനിർത്തും എന്നുള്ള ഒരു വിശ്വാസം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എൻ്റെ മോന്, ഈ ഇളയ മോനെ ഉള്ളെന്ന് കൂടെ മറ്റൊരില്ലല്ലോ, ഇവൻ കൂടെ ഉണ്ട്. ഇവൻ ഇരുന്ന് കരച്ചിലായിരുന്നു ഏത് നേരത്തും, എൻ്റെ മമ്മിക്ക് എന്ത് പറ്റുമെന്നുള്ളത്. ഒരു ദിവസം ഞാൻ അവനെ വിളിച്ചേച്ച് പറഞ്ഞു, ഇങ്ങ് വരാൻ പറഞ്ഞു, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, ഇങ്ങ് വരാൻ പറഞ്ഞേച്ച് ഞാൻ പറഞ്ഞു ഒരു പേനയും പേപ്പറും തരാൻ പറഞ്ഞു. ആ പേനയും പേപ്പറും അവനോട് വാങ്ങിച്ചിട്ട് അതിനകത്ത് ഞാൻ എഴുതിയിട്ടും ശരിയാകുന്നില്ല, ഒരു വിധത്തിൽ ഹിന്ദിയിൽ എഴുതി കൊടുത്തു. മലയാളം അവന് ശരിക്കും വായിക്കാൻ അറിയത്തില്ല, പറയും. അപ്പൊ അങ്ങനെ എഴുതി കൊടുത്തേച്ച് ഞാൻ പറഞ്ഞു, മക്കളെ അമ്മയ്ക്ക് ഒന്നും വരത്തില്ല, അമ്മയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറ, ചർച്ചിൽ പാസ്റ്ററോട് പറ പ്രാർത്ഥിക്കാൻ, അമ്മയ്ക്ക് ഒന്നും വരത്തില്ല, അമ്മ സുഖം പൊട്ട് എഴുന്നേക്കുമെന്ന് പറഞ്ഞു. അവൻ ആ പേപ്പറും എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നേച്ച് അവന്റെ കണ്ണി കൂടെ ധാരധാരയായിട്ട് കണ്ണുനീര് മുന്നോട്ട് വീണു. ഞാൻ എപ്പോഴും പറയണ്ട് കരയേണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല, കൈകൊണ്ട് കാണിക്കുന്നോണ്ട് കരയേണ്ടെന്ന്. അവൻ ആ പേപ്പർ മടക്കി പിടിച്ച് അവിടെ നിന്നുകൊണ്ട് പാസ്റ്റർക്ക് ഫോൺ ചെയ്തു. പാസ്റ്ററും ഭാര്യയും വീട്ടിൽ വിളിപ്പിച്ചിട്ട് ഈ പേപ്പർ അവരുടെ കയ്യിൽ കൊടുത്തു. ആ പേപ്പർ അവർ കയ്യിൽ വെച്ച് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് എനിക്ക് പരിപൂർണ വിടുതൽ തന്നു പാസ്റ്ററെ. ഇന്ന് ഞാൻ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് അനേകർക്ക് ഒരു സാക്ഷിയായി, അനേകർക്ക് വേണ്ടി ഇന്ന് മധ്യത്ത് തന്നെ ഞാൻ കണ്ണുനീരും അനേക രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്നെ എങ്ങും പോകാൻ പറ്റത്തില്ല, എന്നെ ആരേലും വന്ന് കൊണ്ടുപോകുന്ന കഴിഞ്ഞ മാസം ഞാൻ 3 ഫീൽഡിൽ ലേഡീസ് മീറ്റിങ്ങിനായിട്ട് കടന്നുപോയി. അവിടെയൊക്കെയും ദൈവ അത്ഭുതം പ്രവർത്തിച്ചു. അനേക പിശാച് പിടിച്ചവരെ കർത്താവ് വിടുവിച്ചു, അനേക രോഗികൾ സൗഖ്യമായി. അങ്ങനെയുള്ള ആ ശുശ്രൂഷയിൽ കൂടെ ഇന്ന് കർത്താവിനെ വഴി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ വരും. അതൊക്കെയും തരണം ചെയ്യുവാൻ
ദൈവം നമുക്ക് ശക്തി തരും, ബലം തരും. ദൈവം നമ്മളെ ബലപ്പെടുത്തുന്നത്. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ ഒരു നാളും നമ്മെ കൈവിടുകയില്ല. പെറ്റമ്മ മറന്നാലും മറക്കാത്ത ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മളെ നരയ്ക്കുവോളം കർത്താവ് താങ്ങുമെന്നുള്ള വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഇന്നും എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഈ പൈതലിനെ ദൈവം പപ്പയുടെ വേലയെ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുക. അവന് പോകുന്നിടങ്ങളിൽ പല കൺവെൻഷനുകളിൽ വായിക്കാനായിട്ടും പാടുവാനായിട്ടും ദൈവം അവനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ചർച്ചിൽ വർഷിപ്പ് ലീഡർ, അങ്ങനെ ഓരോ കാര്യങ്ങളിലും ദൈവം അവനെയും ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ഇനിയത്തെ ഒരു പ്രാർത്ഥന, അവൻ്റെയും കൂടെ ഒരു തലമുറയോടെ കണ്ടിട്ട് കർത്താവിനെ വിളിച്ചാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഈ ലോകത്ത് എനിക്ക് സമ്പാദ്യമൊന്നുമില്ല. എൻ്റെ സമ്പാദ്യം മുഴുവൻ സ്വർഗത്തിലാണ്. ഞാൻ സമ്പാദിച്ചതും നേടിയതും എല്ലാം എൻ്റെ ദൈവത്തിന് വേണ്ടിയിട്ടായിരുന്നു. ആ ദൈവം ഇന്നും എന്നെയും നിലനിർത്തുന്നു. ഇനിയും വരും കാലങ്ങളിൽ ദൈവം കൂടുതലായിട്ട് എന്നെ ഉപയോഗിക്കേണ്ടതിനായിട്ട് ദൈവമക്കളുടെ ഏവരുടെ പ്രാർത്ഥന അപേക്ഷിക്കുന്നു. അതുപോലെ ഈ പ്രോഗ്രാമിൽ എന്നെ വിളിച്ച പാസ്റ്റർക്ക് സ്നേഹം നിറഞ്ഞ വന്ദനം. തുടർന്നും ദൈവം എന്നെ സഹായിക്കേണ്ടതിനായിട്ട് നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥന അപേക്ഷിക്കുന്നു. എൻ്റെ എളിയ സാക്ഷിയിൽ നിന്ന്. ആമേൻ. സ്തോത്രം. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ സൂസൻ ആൻറ്റിയെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വളരെ ഏറെ കണ്ണുനീരിൻ്റെയും കഷ്ടതയുടെയും അനുഭവങ്ങളിലൂടെ കടന്നുപോയെങ്കിലും കർത്താവിൻ്റെ കൃപ കൂടെയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ, ആ വാക്കുകളിലൂടെ വെളിപ്പെടുത്തുവാൻ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ ചെറുപ്പം മുതൽ തന്നെ കഷ്ടത എന്ന ഒന്ന് അത് വിട്ടുപിരിയാതെ കൂടെ കൂടിയ അനുഭവങ്ങൾ, കഷ്ടത ഒന്നിനു പുറകെ ഒന്നൊന്നായി പിന്തുടർന്നു. എങ്കിലും കർത്താവ് പൗലോസിനോട് പറഞ്ഞതുപോലെ എൻ്റെ കൃപ നിനക്ക് മതി. കർത്താവിൻ്റെ കൃപ കൂടെയിരുന്നു. ഈ ദിവസം വരെ ദൈവത്തിൻ്റെ കൃപയിൽ ആയിരിക്കാൻ ദൈവം കൃപ ചെയ്തല്ലോ. ആ കഷ്ടതകൾ അനവധിയായി കടന്നു വന്നെങ്കിലും ഒരിക്കൽ പോലും കർത്താവിനെ വിട്ടു പിന്മാറാതെ, തിരിഞ്ഞു നോക്കാതെ വിളിച്ച ദൈവത്തിൻ്റെ ആ പാതയെ പിൻപറ്റുവാൻ ആക്കിയ ആ മിഷണറി ഫീൽഡിൽ ഉറച്ചു നിൽക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. വില കൊടുക്കേണ്ടി വന്നു. ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചു. ജീവിത പങ്കാളി വിട്ടുപോയി. വളരെ പ്രതീക്ഷയോടെ കൂടെ ഉണ്ടായിരുന്ന 2 ആൺമക്കൾ സമീപകാലത്ത് വാഹനാപകടത്തെ തുടർന്ന് മാറ്റപ്പെട്ടു. അങ്ങനെ ഒരുപാട് കഷ്ടതയുടെയും കണ്ണുനീരിൻ്റെയും അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു. അതുപോലെ ഷുഗർ രോഗത്തിൻ്റെ അതികാഠിന്യത്താൽ ഒരുപാട് ചികിത്സകൾക്ക് വിധേയമായി. കാല് മുറിച്ചു കളയണമെന്ന് ഡോക്ടർ പറഞ്ഞു. എന്നാൽ ഇന്നും വിശ്വാസത്താൽ പ്രത്യാശ കൈവിടാതെ ആമേന് ആ കാല് ഇന്ന് ആരോഗ്യത്തോടെ ആയിരിക്കുന്നു എന്നറിയുവാനും കഴിഞ്ഞു. അങ്ങനെ നിരവധി സംഭവങ്ങൾ ബീഹാറിൽ പാട്നയിൽ ദുർഗ് എന്ന് പറയുന്ന സ്ഥലത്ത് പാർത്തുകൊണ്ട് കർത്താവിന് വേണ്ടി ഇന്നും പ്രയോജനപ്പെടുന്നു. കർത്താവിൻ്റെ നല്ല സാക്ഷ്യം വഹിപ്പാൻ ആ കർത്താവിനെ അനേകരുടെ മുൻപിൽ, അതായത് ഇരുട്ടിൽ തപ്പിത്തടയുന്ന അന്ധകാരത്തിലായിരിക്കുന്ന ആ ജനതയുടെ നടുവിൽ ഒരു പ്രകാശമായി, ഒരു വെളിച്ചമായി ഉയർത്തി കാണിക്കുവാൻ ദൈവം കർത്താവിൻ്റെ ദാസിയെ സഹായിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. കർത്താവ് സഹായിക്കട്ടെ. ആമേൻ. മരണത്തിലും കൂടെയിരിക്കുന്ന നമ്മുടെ കർത്താവ്, കൈവിടാത്ത നമ്മുടെ യേശു, ആ സ്നേഹനിധിയായ നമ്മുടെ കർത്താവ്, ആമേനെ, പ്രിയ ദാസിയെ, മക്കളെ, പ്രിയപ്പെട്ടവരെ ഒക്കെ ആമേൻ ഇനിയും സഹായിക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു ഭക്തൻ്റെ മരണം
യഹോവയ്ക്ക് വിലയേറിയതാണ്. മാനുഷികമായി താൽക്കാലികമായി ആ വേർപാട് അത് വലിയൊരു വേദനയാണ്. ആ വിടവ് നികത്തുവാൻ ആരെക്കൊണ്ടും കഴിയുകയില്ല. എന്നാൽ നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട്, നമുക്ക് വലിയ പ്രത്യാശയുണ്ട്. ക്രിസ്തുവിൽ മരിച്ചവർ, ക്രിസ്തുവിൽ ആമേനെ ഇന്നും ജീവിക്കുന്നു. അവർ ഈ ലോകത്തിൽ നിന്ന് താൽക്കാലികമായി മാറ്റപ്പെട്ടു എങ്കിലും നിത്യതയ്ക്കായി അവരെ കടന്നുപോയി എന്നുള്ള ആ വലിയ പ്രത്യാശ അത് നമ്മിൽ വർദ്ധിച്ചു വരട്ടെ. നമുക്കും ആ പ്രത്യാശയിൽ എത്തിച്ചേരുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകരെ, നിങ്ങളെ ഏവരെയും കർത്താവ് ശക്തീകരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഈ വാത്സല്യ മാതാവ് തൻ്റെ ജീവിതാനുഭവം ബാല്യം മുതൽ ഇന്നുവരെയുള്ള കാര്യങ്ങൾ പറയുവാൻ തക്കവണ്ണം ആമേനിടയായി തീർന്നു. കടന്നുപോയ കഷ്ടതയുടെ നാളുകളിലും ആമേൻ കർത്താവിൻ്റെ കരം താൻ അനുഭവിച്ചറിഞ്ഞതിനെക്കുറിച്ച് പങ്കുവച്ചല്ലോ. നമ്മുടെ ഓരോരുത്തരുടെയും ക്രിസ്ത്യ ജീവിതത്തിൽ ഈ ലോകത്ത് ഒരുപാട് കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ ഒക്കെ ഒരുപക്ഷെങ്കിൽ അനുഭവിക്കേണ്ടി വരാം, അഭിമുഖീകരിക്കേണ്ടി വരാം. എന്നാലും കർത്താവ് നമ്മളെ കൈവിടുന്നില്ല എന്നുള്ളതായ ആ ഒരു അറിവ് നമ്മെ ക്രിസ്ത്യ ജീവിതത്തിൽ ഉറച്ചു നിൽക്കുവാൻ സഹായിക്കുന്നു. ആകയാൽ കഷ്ടതയിലും കൂടെയിരിക്കുന്ന കർത്താവിനെ പിൻപറ്റുവാൻ, പ്രത്യാശയോടെ ഈ ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ നമുക്ക് ഏവർക്കും ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവസന ഹൃദയങ്ങളെ ആഗ്രഹമാക്കി പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് ആമേൻ എന്നെ സഹായിക്കണമേ. സ്തോത്രം. ഈ വാത്സല്യ മാതാവിനെ ഓർത്ത്, ആ കുടുംബത്തെ ഓർത്ത്, ആ മിഷണറി കുടുംബത്തെ ഓർത്ത് നമുക്കും സ്തോത്രം ചെയ്യാം, പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ദൈവസേന നാം ഒരുമിച്ച് പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ പ്രിയ കർത്താവിൻ്റെ ദാസി അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ചുരുക്കം വാചകങ്ങളിൽ ഒരു നിമിഷം നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം കർത്താവേ. സ്നേഹവാനനീയത്തിനുമായിരിക്കും നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് തിരുനാമത്തിന് ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്ന കർത്താവേ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായ അവരുടെ മുഖമോ ഒരു നാളും ലജ്ജിച്ചു പോയിട്ടില്ലല്ലോ കർത്താവേ. കർത്താവെ, അടിയങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകരെ, അരോമ ടിവിയിലെ എല്ലാ പ്രേക്ഷകരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഈ സാക്ഷ്യം മുഖേന അനേകരുടെ ജീവിതത്തില് അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് അവസരത്തെ ഒരുക്കി തന്ന പാസ്റ്ററേയും കുടുംബത്തെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടിയങ്ങൾ തമ്മിൽ യാതൊരു പരിചയവുമില്ല, എങ്കിലും ഈ സാക്ഷ്യം മൂലം ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുവാനും അനുഭവങ്ങൾ പങ്കുവയ്ക്കാനൊക്കെയും കർത്താവ് സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെയും വരുമ്പോൾ നല്ലവനായ ക്രിസ്തുവെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറുവാന് വിളിച്ച ദൈവം വിശ്വസ്തൻ എന്ന് രുചിച്ചറിഞ്ഞുകൊണ്ട് കഷ്ടങ്ങളും പ്രയാസത്തിൽ കൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിപ്പാൻ ഈ നാളിലൊക്കെയും കർത്താവ് സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്ന കർത്താവെ. കേട്ട എല്ലാ വിശ്വാസികളെയും, കേട്ട എല്ലാ പ്രേക്ഷകരെയും കർത്താവിന്റെ കരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സാക്ഷ്യം മൂലം അവരുടെ ജീവിതത്തില് ഹല്ലേലൂയ കർത്താവെ ഒരു മാറ്റം വരുവാന്, ദൈവത്തെ കൂടുതലായി രുചിച്ചറിയുവാൻ കർത്താവിനെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഷ്ടങ്ങളും പ്രയാസങ്ങളും നിസാരമെന്ന് എണ്ണിക്കൊണ്ട് ക്രിസ്തു സഹിച്ച കഷ്ടതയിലും വലുതല്ല നമ്മുടെ ഈ കഷ്ടമെന്ന് മനസ്സിലാക്കുവാൻ കർത്താവ് അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇത്രത്തോളം സമയം തന്ന ഹല്ലേലൂയ കർത്താവെ, അരോമ ടിവിയിലുള്ള എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥന യേശുവിൻ നാമത്തിൽ യാചിക്കുന്നു, കേൾക്കണം നല്ല പിതാവേ. ആമേൻ. താങ്ക് യു പ്രിയ സൂസൻ ജോർജ് ആന്റി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം സമയം ജീവിതാനുഭവവും സാക്ഷ്യവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ച കർത്താവിന്റെ ദാസ്യമുള്ളതായ നന്ദി സ്നേഹത്തിടത്തിൽ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് കാഴ്ച നിന്ന് ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞങ്ങളെ മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹത്തിനത്തിൽ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമപ്പെടുവാനിടയായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങൾ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന
നമ്പറിൽ വാട്സപ്പിൽ ഞങ്ങളെ മെസ്സേജ് അറിയിക്കൂ, വിഷയങ്ങൾ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com